So once again, welcome back to virtual teaching. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BRF ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിലെ ഫസ്റ്റ് മൊഡ്യൂളായ ഇൻട്രൊഡക്ഷൻ ടു മെർക്കൻറ്റൈൽ ലോ. അപ്പോൾ നമ്മൾ ഇതൊരു റിവിഷൻ ക്ലാസ് പോലെയാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഈ റിവിഷൻ സെക്ഷനിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ BRFിൻ്റെ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലേക്ക് കിടക്കാം. ഫസ്റ്റ് യൂണിറ്റ് ആണ് നേച്ചർ ആൻഡ് കൈൻഡ്സ് ഓഫ് കോൺട്രാക്ട്. ഈ ഒരു യൂണിറ്റിൽ മെയിനായി ഡിസ്കസ് ചെയ്യുന്ന എന്താണ് കോൺട്രാക്ട്, കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നും അതേപോലെ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നും എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോൺട്രാക്ട് ഏതൊക്കെയാണെന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ്, കാരണം ഇത് ഇന്ന് മിക്കപ്പോഴും 50 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഫസ്റ്റ് യൂണിറ്റിലേക്ക് കിടക്കാം. നേച്ചർ ആൻഡ് കൈൻഡ്സ് ഓഫ് കോൺട്രാക്ട്. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് കോൺട്രാക്ട്. കോൺട്രാക്ട് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. ലോ എൻഫോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോ അംഗീകരിക്കുന്ന ഏതൊരു എഗ്രിമെൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? കോൺട്രാക്ട് എന്ന് വിളിക്കാം. അപ്പോൾ ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ, ലോ എൻഫോഴ്സ് ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റ് ആണ് കോൺട്രാക്ട്. ഇനി നെക്സ്റ്റ് ഈ ഒരു മൊഡ്യൂൾ നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഒരു കോൺട്രാക്റ്റിന് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആണെങ്കിൽ അതെന്തെല്ലാം സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് എഗ്രിമെൻറ്റ്. എന്താണ് എഗ്രിമെൻറ്റ്? വെൻ വൺ പേഴ്സൺ മേക്സ് എ വാലിഡ് പ്രപ്പോസൽ ആൻഡ് ദ അതർ പേഴ്സൺ ആക്സെപ്റ്റ് ഇറ്റ്, വി ക്യാൻ സേ ദർ ഈസ് ആൻ എഗ്രിമെൻറ്റ്. ഒരു വ്യക്തി ഒരു വാലിഡ് ആയിട്ടുള്ള പ്രപ്പോസൽ ഉണ്ടാക്കുകയും മറ്റൊരു വ്യക്തി അത് സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എഗ്രിമെൻറ്റ്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? അവിടെ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെയാണ് കൺസെൻസസ് ഐഡം. എന്താണ്? ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്. ഇറ്റ് മീൻസ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. നമുക്കറിയാം ഒരു കോൺട്രാക്റ്റ് ആകുമ്പോൾ എന്തുണ്ടാവും? എഗ്രിമെൻ്റ് ആകുമ്പോൾ രണ്ട് പാർട്ടീസ് ഉണ്ടാവും. ആ രണ്ട് പാർട്ടീസിൻ്റെ മൈൻഡിൻ്റെ ഐഡൻറ്റിറ്റി ഒരുപോലെ ആയിരിക്കും നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്? ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ സബ്ജക്റ്റ് മാറ്റർ മനസ്സിലാക്കേണ്ടതും അതേപോലെ തന്നെ സെയിം സെൻസിലും സെയിം ടൈമിലും. അപ്പം നമുക്ക് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ആൻ എഗ്രിമെൻറ്റ് ഇൻ ദ സെയിം സെൻസ് ആൻഡ് ദ സെയിം ടൈം, ഒരേ സമയത്തും ഒരേ രീതിയിലായിരിക്കണം ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ സബ്ജക്റ്റ് മാറ്റർ രണ്ട് പാർട്ടീസും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡും കൂടിയും അവിടെ ഉണ്ടായിരിക്കണം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെയാണ് ലോഫുൾ കൺസിഡറേഷൻ. കൺസിഡറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. എന്താണ് കൺസിഡറേഷൻ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ പ്രോമിസ് തരുമ്പോൾ മറ്റൊരാൾ എന്ത് ചെയ്യും? അതിന് പകരമായിട്ട് എന്തെങ്കിലും തിരിച്ചു തരും. അപ്പോൾ അതാണ് സംതിങ് ഇൻ റിട്ടേൺ കൂടി അവിടെ എന്തുണ്ടാവണം? ഒരു എഗ്രിമെൻറ്റിൽ ഉണ്ടാവണം. An agreement is legally enforceable only if one party gives something in return for the other person's promise. ഒരു വ്യക്തി പ്രോമിസ് ചെയ്യുമ്പോൾ അതിന് മറ്റൊരു വ്യക്തി എന്ത് ചെയ്തിരിക്കണം? തിരിച്ച് എന്തെങ്കിലും സംതിങ് ഇൻ റിട്ടേൺ ആയിട്ട് കൊടുത്തിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ പ്ലോട്ട് വിൽക്കുകയാണ്. ഞാൻ എൻ്റെ പ്ലോട്ട് കൊടുക്കുമ്പോൾ അവിടെ അടുത്ത പാർട്ടി എന്ത് എനിക്ക് തരണം? ആ പ്ലോട്ടിനുള്ള കാശ്, അതിൻ്റെ ആ ഒരു എമൗണ്ട് എനിക്ക് തരണം. അങ്ങനെ സംതിങ് ഇൻ റിട്ടേൺ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവുകയുള്ളൂ. അതാണ് ലോഫുൾ കൺസിഡറേഷൻ. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ എന്താണ്? കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. ദ പാർട്ടീസ് ടു ആൻ എഗ്രിമെൻറ്റ് മസ്റ്റ് ബി കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട്. ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടീസ് എന്തായിരിക്കണം? കോമ്പിറ്റൻ്റ് ആയിരിക്കണം. എങ്ങനെയൊക്കെയാണ് കോമ്പിറ്റൻ്റ് ആണെന്ന് പറയാൻ പറ്റുക? ആ വ്യക്തിക്ക് 18 വയസ്സിൽ കൂടുതലായിരിക്കണം. അതാണ് ഏജ് ഓഫ് മെജോറിറ്റിയും. അതേപോലെ തന്നെ സൗണ്ട് മൈൻഡ്. എന്താണ്? ഇൻസോൾവെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാരോ ഒന്നും തന്നെ ആവാൻ പാടില്ല. സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരും അതേപോലെ തന്നെ ലോ ഡിസ്ക്വാളിഫൈ ചെയ്യാത്ത ക്രിമിനൽസ് ആണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ലോ ഡിസ്ക്വാളിഫൈ ചെയ്യാത്ത ആൾക്കാരായിട്ടൊക്കെ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അങ്ങനത്തെ ആൾക്കാരായിട്ടൊന്നും നമ്മൾ കോൺട്രാക്റ്റ് ഏർപ്പെടാൻ പാടില്ല. അപ്പോൾ ഏജ് ഓഫ് മെജോറിറ്റി ഉള്ള 18 ഇയേഴ്സിന് കൂടുതലുള്ള ആൾക്കാരായിട്ടും സൗണ്ട് മൈൻഡ് ഉള്ള ആൾക്കാരായിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്മൾ കോൺട്രാക്റ്റ് ഏർപ്പെടാൻ പാടുള്ളൂ. അതാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസിൽ പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റ് ആണ് ഫ്രീ കൺസെൻറ്റ്. എന്താണ് ഫ്രീ കൺസെൻറ്റ്? ദ പാർട്ടീസ് ടു എഗ്രിമെൻറ്റ് മസ്റ്റ് ഗീവ് ദർ കൺസെൻറ്റ് വിത്ത് എ ഫ്രീ മൈൻഡ്. ആരുടെ നിർബന്ധപ്രകാരമല്ലാതെ സ്വന്തം താല്പര്യത്തോടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കണം എപ്പോഴും ആ എഗ്രിമെൻറ്റിലേക്ക് പാർട്ടീസ് വരേണ്ടത്. അപ്പോൾ അതിൽ വരുന്നതാണ് ഈ ഫ്രീ മൈൻഡ് എന്ന് പറയുമ്പോൾ അത് എന്തിനൊക്കെ ഫ്രീ ആയിരിക്കണം? കൊറേഷൻ ഉണ്ടാകാൻ പാടില്ല, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഫ്രോഡ്, മിസ്റ്റേക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ആ പാർട്ടി സമ്മതിക്കുമ്പോൾ ഈ പറയുന്ന സാധനങ്ങളൊന്നും തന്നെ ആ സമ്മതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. വളരെ ഫ്രീ ആയിട്ടായിരിക്കണം അദ്ദേഹം ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത്. ഈ പറഞ്ഞ ഓരോ പോയിന്റ്സും പിന്നീട് നമുക്ക് എന്താ വരുന്നുണ്ട്? ഓരോ യൂണിറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം ബ്രീഫായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ,
അപ്പോൾ അതാണ് ഫ്രീ കൺസെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് ലോഫുൾ ഒബ്ജക്റ്റ്. The object for which the agreement has been entered into must not be fraudulent, illegal, immoral or opposed to public policy. എന്തിനു വേണ്ടിയാണോ ആ എഗ്രിമെന്റ് ഫോം ചെയ്തത് അതിൻ്റെ ഒബ്ജക്റ്റ്, അതിൻ്റെ കാരണം അതെന്തായിരിക്കണം? ലോഫുൾ ആയിരിക്കണം. ഒരിക്കലും ഫ്രോഡുലൻറ്റോ അല്ലെങ്കിൽ ഇല്ലീഗൽ നിയമവിരുദ്ധമോ അല്ലെങ്കിൽ ഇമ്മോറലോ പബ്ലിക് പോളിസിയുടെ എതിരെയുള്ളട്ടോ ഒന്നും തന്നെ പാടില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഒബ്ജക്റ്റ് ലോഫുൾ അല്ലെങ്കിൽ അതെന്താണ്? ആ എഗ്രിമെന്റ് വോയിഡ് ആണ്. അർത്ഥം അത് തെറ്റാണ്, ഇല്ലാണ്ടാവും, അതൊരിക്കലും ഒരു കോൺട്രാക്റ്റായി മാറുകയില്ല. ഓക്കെ, അതാണ് ലോഫുൾ ഒബ്ജക്റ്റ്. 6ാമത്തെ പോയിന്റ് ലോഫുൾ ഒബ്ജക്റ്റ്. ഇനി 7ാമത്തെയാണ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്. എന്താണ്? ദ എഗ്രിമെന്റ് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി വോയിഡ് അണ്ടർ ദ ആക്ട്. നമ്മുടെ കോൺട്രാക്ട് ആക്ട് പ്രകാരം ആ ഒരു എഗ്രിമെന്റ് വോയിഡ് ആണ് എക്സ്പ്രസ്ലി പറഞ്ഞിട്ടില്ല, പക്ഷെ അതെന്താണ്? അത് വോയിഡ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ബെറ്റ് വയ്ക്കാറില്ലേ? ബെറ്റ് വയ്ക്കുമ്പോൾ അത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബെറ്റ് വയ്ക്കാണ്ടിരിക്കാറുണ്ടോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ബെറ്റ് വച്ചിട്ട് നമുക്ക് കാശ് കിട്ടിയില്ലെങ്കിൽ അത് പറഞ്ഞ് നമ്മൾ ലോയിൽ പോവുക അല്ലെങ്കിൽ കോടതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. അതൊരിക്കലും എന്താണ്? വാലിഡ് ആയിട്ടുള്ളൊരു എഗ്രിമെൻ്റ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് 7ാമത്തിൽ ഇൻക്ലൂഡ് ആവുന്നത്, നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്. മനസ്സിലായോ? അപ്പോൾ ആക്ട് പ്രകാരം കോൺട്രാക്ട് ആക്ടിലൊന്നും അത് പറയുന്നില്ല അത് വോയിഡ് ആണോ വാലിഡ് ആണോ എന്നൊന്നും പറയുന്നില്ല. പക്ഷേ എന്താണ്? ഇപ്പോൾ ഒരു ബെറ്റിന്റെ കേസ് നോക്കുകയാണെങ്കിൽ എന്താണ്? അതൊരിക്കലും തന്നെ ലോയുടെ മുമ്പിൽ അതൊരു വാലിഡ് എഗ്രിമെൻ്റായി മാറുകയില്ല. മനസ്സിലായല്ലോ? അതാണ് 7ാമത്തെ പോയിന്റ്, നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്. അടുത്ത 8ാമത്തെയാണ് certainty and possibility of performance. The terms of the agreement must not be vague or uncertain. നമ്മുടെ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒരിക്കലും അൺസർട്ടൈൻ, നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ളതോ അല്ലെങ്കിൽ അത് പെർഫോം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പോസിബിലിറ്റീസ് ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഒന്നും തന്നെ ആവാൻ പാടില്ല. എപ്പോഴും ആ എഗ്രിമെൻറ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എപ്പോഴും വളരെ സർട്ടേണും കൃത്യമായിട്ട് അത് പെർഫോം ചെയ്യാൻ പറ്റിയ കണ്ടീഷൻസും ആയിരിക്കണം. അതാണ് 8ാമത്തെ പോയിന്റ്. ഇനി 9ാമത്തെയാണ് ലീഗൽ ഫോർമാലിറ്റീസ്. എന്താണ് നോക്കാം. അപ്പോൾ ഒരു എഗ്രിമെന്റ് ഫോം ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് ഓറൽ ആയിരിക്കും അല്ലെങ്കിൽ റിട്ടേൺ ആയിരിക്കും. ഓക്കെ, ചില സമയത്ത് ഒരു എഗ്രിമെന്റ് നമുക്ക് അവരുടെ ആ ഒരു പാർട്ടീസിന്റെ കണ്ടക്ട് എന്താണ്, അവരുടെ പെരുമാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇനി ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ചില എഗ്രിമെന്റ് പറഞ്ഞിട്ടുണ്ടാവും അത് ആ ഒരു എഗ്രിമെന്റ് റിട്ടേൺ ആയിരിക്കണം, അത് രജിസ്റ്റേർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് സ്റ്റാമ്പ് വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്ലോട്ട് വിൽക്കുന്ന കേസ് പറയുകയാണെങ്കിൽ അതിനെന്തുണ്ടായിരിക്കണം? കൃത്യമായിട്ടൊരു റിട്ടേൺ എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം, അതിന് കൃത്യം രജിസ്റ്റേർഡ് ആയിരിക്കണം, അതിന് കൃത്യം സ്റ്റാമ്പ് വേണം, എല്ലാം വേണ്ടേ, മുദ്രപത്രത്തിൽ എഴുതണ്ടേ, അങ്ങനെ കാര്യങ്ങൾ കുറേ ഫോർമാലിറ്റീസ്. അപ്പോൾ ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം ഫോളോ ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും ഒരു എഗ്രിമെന്റ് റൈറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആണ് ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. അപ്പോൾ എന്താണ് ആ പോയിന്റ് പറയുന്നത്? ഇപ്പോൾ 2 പേഴ്സൺ തമ്മിൽ ഒരു സോഷ്യൽ എഗ്രിമെന്റ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് അറേഞ്ച്മെന്റ് ഒക്കെ ആണെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, അതൊരു ലീഗൽ റിലേഷൻഷിപ്പ് ആണെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും ആ പാർട്ടീസിനിടയിൽ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ ഇന്റൻഷൻ ഉണ്ടാവേണ്ടത്. അങ്ങനെ ഇന്റൻഷൻ ഇല്ലെങ്കിൽ ഒരിക്കലും അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആവുകയില്ല. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ വെറുതെ കൊണ്ടുപോയി ഒരാൾക്ക് കൊടുക്കുകയാണ് സാധനം, അപ്പോൾ ഇത് കോൺട്രാക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആളുടെ നിന്ന് കാശൊന്നും മേടിക്കണില്ല. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം, അങ്ങനെയുള്ള കേസുകൾ അതൊക്കെ എന്താണ്, അത് ഡൊമസ്റ്റിക് അല്ലെങ്കിൽ കൊച്ചും അമ്മയും തമ്മിലുള്ള അതൊക്കെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ എൻ്റെ ഇൻറ്റൻഷൻ എന്നത് ലീഗൽ റിലേഷൻഷിപ്പായി മാത്രമേ അതൊരു വാലിഡ് കോൺട്രാക്റ്റായി മാറുകയുള്ളൂ. അതാണ് 10ാമത്തെ, ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ് ബട്ട് ഓൾ എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്. എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെൻ്റ് ആണ്, പക്ഷേ എല്ലാ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് അല്ല. ഇത് മെയിനായിട്ട് 5 മാർക്കും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് 50 മാർക്കായിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എല്ലാ കോൺട്രാക്ട്സ് എഗ്രിമെൻ്റ് ആണ് പക്ഷേ എല്ലാ എഗ്രിമെൻറ്റ്സും കോൺട്രാക്റ്റ് അല്ല. അപ്പോൾ എന്തൊക്കെ നമ്മൾ അവിടെ എഴുതണം നോക്കാം. അപ്പോൾ നമുക്കറിയാം എന്താണ് കോൺട്രാക്റ്റ്. ഒരു എഗ്രിമെൻ്റ് ലോ എൻഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ അത് കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ എല്ലാ എഗ്രിമെൻറ്റും എന്ത് ചെയ്യില്ല, ലോ എൻഫോഴ്സ് ചെയ്യില്ലല്ലോ. അപ്പോൾ അങ്ങനെ ലോ എൻഫോഴ്സ് ചെയ്യുന്ന എഗ്രിമെൻറ്റ് മാത്രമാണ് കോൺട്രാക്റ്റായി മാറുന്നത്. പക്ഷേ കോൺട്രാക്റ്റായി മാറുന്നത് എല്ലാം തന്നെ എന്താണ്, എഗ്രിമെൻ്റ് ആണ്. കാരണം എന്താണ്, എഗ്രിമെൻറ്റ് വന്നാൽ മാത്രമേ അതൊരു കോൺട്രാക്റ്റായി മാറുകയുള്ളൂ. അപ്പോൾ എല്ലാ കോൺട്രാക്ട്സും എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ ഇതിന് ചില എസെൻഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം.
എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 10 പോയിന്റ്സ് ഇല്ലേ, എസെൻഷ്യൽ അല്ലെങ്കിൽ വാലിഡ് ഫീച്ചേഴ്സ് ഓഫ് എ കോൺട്രാക്റ്റ്. അപ്പോൾ ആ ഒരു ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമ്മൾ എന്താ ഇവിടെ എഴുതി വയ്ക്കുക. അതും കൂടി എഴുതുമ്പോഴാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുക, 15 മാർക്ക് കിട്ടുക. ഇനി ഇത് 5 മാർക്ക് വരാണെങ്കിൽ ഇതേ കാര്യം എഴുതിയിട്ട് ആ പറയുന്ന എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റിൻ്റെ പോയിന്റ്സ് മാത്രം മെൻഷൻ ചെയ്താൽ മതി. 50 മാർക്ക് ആണെങ്കിൽ പോയിന്റ്സ് എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം, എക്സ്പ്ലെയിനും ചെയ്യണം. 5 മാർക്കാണെങ്കിൽ ജസ്റ്റ് അത് മെൻഷൻ ചെയ്താൽ മാത്രം മതി. ഇനി 3 മാർക്കാണ് ചോദിക്കണമെങ്കിൽ ജസ്റ്റ് ആ ഒരു പാരഗ്രാഫ് മാത്രം എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് കോൺട്രാക്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻസ് ഓഫ് കോൺട്രാക്ട് മെയിനായിട്ട് 3 ക്ലാസിഫിക്കേഷൻസ് ഉള്ളത്. ഒന്നാമത്തത് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് വാലിഡിറ്റി, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ്. ഫസ്റ്റ് വൺ ആണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് വാലിഡിറ്റി. അപ്പോൾ വാലിഡിറ്റിയുടെ ബേസിസ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് 6 ക്ലാസിഫിക്കേഷൻസ് ഉള്ളത്. വോയിഡ് എഗ്രിമെൻറ്റ്, വാലിഡ് കോൺട്രാക്ട്, വോയിഡ് കോൺട്രാക്ട്, വോയിഡബിൾ കോൺട്രാക്ട്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് ആൻഡ് ഇല്ലീഗൽ എഗ്രിമെൻറ്റ്. ഇത് മെയിനായിട്ട് ഒന്നില്ലെങ്കിൽ 5 മാർക്ക് ചോദിക്കും, അല്ലെങ്കിൽ ഓരോന്നായിട്ട് 3 മാർക്ക് ചോദിക്കാം, അതല്ലെങ്കിൽ ഫുൾ ക്ലാസിഫിക്കേഷനായിട്ട് 50 മാർക്കും ചോദിക്കാം. അതിൻ്റെ ഒട്ടും തന്നെ അവോയ്ഡ് ചെയ്യാണ്ട് പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വാലിഡിറ്റിയുടെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ ആണ് വോയിഡ് എഗ്രിമെൻറ്റ്. എന്താണ് വോയിഡ് എഗ്രിമെൻറ്റ്? ആ ഒരു എഗ്രിമെൻ്റ് എന്നത് വെരി ബിഗിനിങ്ങിലെ വോയിഡ് ആണ്, നമുക്കതൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു മൈനർ ആയിട്ടൊരു എഗ്രിമെന്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, സ്റ്റാർട്ടിങ്ങിലെ വോയിഡ് ആണ്. നമുക്കറിയാം എന്താണ്, കപ്പാസിറ്റി ഓഫ് പാർട്ടീസിൽ പഠിച്ചതാണ് എന്ത്, ആ ഒരു പാർട്ടിക്ക് 18 വയസ്സിൽ മുകളിലായിരിക്കണം. ഇപ്പം മൈനർ എന്ന് പറയുമ്പോൾ എന്താണ്, 18 ഇയേഴ്സിൽ താഴെയാണ്. അപ്പം അങ്ങനെയുള്ള എഗ്രിമെന്റ്സ് അപ്പം എന്താണ്, അത് വെരി ബിഗിനിങ്ങിൽ നമുക്ക് ലോ വെച്ച് എൻഫോഴ്സ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം വെരി ബിഗിനിങ്ങിൽ അത് വോയിഡ് ആണ്. അങ്ങനെയുള്ള എഗ്രിമെന്റ് ആണ് വോയിഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെയാണ് വാലിഡ് കോൺട്രാക്ട്. എന്താണ് വാലിഡ് കോൺട്രാക്ട്? ഒരു എഗ്രിമെന്റ് ലോ എൻഫോഴ്സ് ചെയ്യുകയാണ്. എഗ്രിമെന്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് എ വാലിഡ് കോൺട്രാക്ട്. അതേപോലെ തന്നെ ഒരു കോൺട്രാക്ടിന് വേണ്ട എല്ലാ എസെൻഷ്യൽ ഫീച്ചേഴ്സും അതിന് ഉണ്ടാവുന്നതാണ്. ഓക്കെ, അതാണ് വാലിഡ് കോൺട്രാക്ട്. ഇനി മൂന്നാമത്തെയാണ് വോയിഡ് കോൺട്രാക്ട്. എന്നാൽ വോയിഡ് കോൺട്രാക്ട് സ്റ്റാർട്ടിങ്ങിൽ അത് വാലിഡ് ആയിരുന്നു, പക്ഷെ പിന്നീട് അത് ഇൻവാലിഡ് ആയി. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായതാണ്. അത് സ്റ്റാർട്ടിങ്ങിൽ ഇന്ത്യയിൽ വാലിഡ് ആയിരുന്നു, പക്ഷെ പിന്നീട് അവിടെ ചില പ്രശ്നങ്ങൾ കാരണം എന്ത് പറ്റി, ചൈന ഇന്ത്യയിലെ പ്രശ്നങ്ങൾ കാരണം ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻ ചെയ്തു. പിന്നീട് ആ ഒരു കോൺട്രാക്ട് ഇൻവാലിഡായി മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാർട്ടിങ്ങിൽ വാലിഡും പിന്നീട് ഇൻവാലിഡായി പോകുന്ന കോൺട്രാക്റ്റുകൾ വിളിക്കുന്ന പേരാണ് വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്താണ് വോയിഡബിൾ കോൺട്രാക്ട്. എന്താണ് വോയിഡബിൾ കോൺട്രാക്ട്? വോയിഡബിൾ കോൺട്രാക്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു എഗ്രിമെന്റിൽ ഒരു പാർട്ടിക്ക് ആ എഗ്രിമെന്റ് മുന്നോട്ട് കൊണ്ടുപോകണോ അതോ ക്യാൻസൽ ചെയ്യണോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എഗ്രിമെന്റിൽ ഏറ്റവും ഇന്നസെന്റ് ആയിട്ടുള്ള പാർട്ടിക്കായിരിക്കും ആ ഒരു റൈറ്റ് ഉള്ളത്. അദ്ദേഹം തീരുമാനിക്കാം ഈ ഒരു എഗ്രിമെന്റ് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടോ എന്നത്. അതാണ് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി അത് ക്യാൻസൽ ചെയ്യണ വരെയുള്ളൂ. ക്യാൻസൽ ചെയ്താൽ അതിന്റെ വാലിഡിറ്റി ഇല്ലാണ്ടാവും. അപ്പോൾ ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അടുത്താണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്. എന്താണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്? അതിന് ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ ലോ കോർട്ടിൽ പോയി നമുക്കത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ആ കോൺട്രാക്റ്റിന് വേറെ പ്രശ്നമൊന്നുമില്ല, ചില ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട് മാത്രം അത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ അത് ഒരിക്കലും ആ കോൺട്രാക്ട് വോയിഡായി പോവില്ല, കാരണം പെനാൽറ്റി അടച്ചോ ഫൈൻ അടച്ചോ നമുക്ക് എന്താക്കാൻ പറ്റും, ആ ഒരു കോൺട്രാക്റ്റിനെ തിരിച്ച് വാലിഡ് ആക്കി കൊണ്ടുവരാൻ സാധിക്കും. അതാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്. ഇനി ലാസ്റ്റ് വൺ ആണ് ഇല്ലീഗൽ എഗ്രിമെന്റ്. എന്താണ് ഇല്ലീഗൽ എഗ്രിമെന്റ്? ഒരു എഗ്രിമെന്റ് എന്നത് ക്രിമിനൽ നേച്ചറോ അല്ലെങ്കിൽ ഇമ്മോറലോ പബ്ലിക് പോളിസിന് എതിരെയായിട്ടുള്ള എഗ്രിമെന്റ് ആണെങ്കിൽ അങ്ങനെയുള്ള വിളിക്കുന്ന പേരാണ് ഇല്ലീഗൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് വാലിഡിറ്റിയുടെ ബേസിൽ മെയിനായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻസ്. ഈ നെക്സ്റ്റ് വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ. ആ ഒരു കോൺട്രാക്ട് എങ്ങനെ ഫോം ചെയ്തു അതിൻ്റെ ബേസിസിൽ നമുക്ക് മെയിനായിട്ട് 3 ക്ലാസിഫൈ ചെയ്യാം. എക്സ്പ്രസ്, ഇംപ്ലൈഡ്, ക്വാസി കോൺട്രാക്ട്. എന്താണ് എക്സ്പ്രസ് കോൺട്രാക്ട്?
ആ കോൺട്രാക്റ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നില്ലെങ്കിൽ എഴുതിയോ പറഞ്ഞോ ആണ്, ഇങ്ങനെ എക്സ്പ്രസ്ലി പറയുകയോ എഴുതിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്പ്രസ് കോൺട്രാക്ട്. അത് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റും, രണ്ട് പാർട്ടീസിന്റെ ഒബ്ലിഗേഷൻസ്, അവരുടെ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ മതി. എന്തുകൊണ്ടാണ്, ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതി വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെയാണ് ഇംപ്ലൈഡ്. എന്താണ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്? ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റ് മനസ്സിലാക്കുന്നത് അവരുടെ പെരുമാറ്റം, അവരുടെ കണ്ടക്റ്റിൽ നിന്നാണ്. അപ്പോൾ പെരുമാറ്റം എന്ന് മനസ്സിലാക്കുന്ന അങ്ങനെയുള്ള അവരുടെ ഡീലിങ്സും അവരുടെ ആ ഒരു കാര്യങ്ങൾ കാണിക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എങ്ങനെയൊക്കെയാണ്. അങ്ങനെ മനസ്സിലാക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. ഇനി മൂന്നാമത്തെയാണ് ക്വാസി കോൺട്രാക്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ക്വാസി കോൺട്രാക്ട്? ദിസ് ഇസ് നോട്ട് എ കോൺട്രാക്ട് ഇൻ ദ സ്ട്രിക്ട് ലീഗൽ സെൻസ്. സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും ഇതൊരു കോൺട്രാക്ട് അല്ല. But in certain circumstances, law itself creates certain relationship which resemble those created by contract. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ലോ തന്നെ ചില റിലേഷൻഷിപ്സ് ക്രിയേറ്റ് ചെയ്യുകയും അത് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്താണ് അങ്ങനെ റിസംബിളിങ് കൊടുക്കുന്ന ഇതിലേക്ക് അത് ക്രിയേറ്റ് ചെയ്യുക. സച്ച് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഇസ് നോൺ ആസ് ക്വാസി കോൺട്രാക്ട്. ഓക്കെ, അങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ് ക്വാസി കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് മിക്കപ്പോഴും ചോദിക്കാറുണ്ട് ഈ ക്വാസി കോൺട്രാക്ട് എന്താണ് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളുടെ പേഴ്സ് കാണാണ്ടായി പോയി. ഓക്കെ, അപ്പോൾ പേഴ്സ് കിട്ടിയത് എനിക്കാണ്. അപ്പോൾ അവിടെ ആ പേഴ്സ് കാണാണ്ടായി പോയ വ്യക്തിയും ഞാൻ തമ്മിൽ ഒരു റിലേഷനോ ഒരു ബന്ധമോ ഒന്നുമില്ല. പക്ഷേ ആ പേഴ്സ് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒബ്ലിഗേഷൻ എനിക്ക് ഉണ്ടെന്നാണ് ലോ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു കോൺട്രാക്ട് ഫോം ചെയ്യാണ് രണ്ട് പാർട്ടീസായിട്ട്. ഞാൻ എന്ത് ചെയ്യണം, അത് തിരിച്ചവനെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡ്യൂട്ടിയായി മാറുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു എഗ്രിമെൻ്റ് ഒന്നുമില്ല കൊടുക്കണമെന്ന്, പക്ഷെ എന്നാൽ പോലും ഒരു എഗ്രിമെൻ്റ് അവിടെ താനെ ഫോം ചെയ്യുകയാണ്. അതാണ് ഈ ക്വാസി കോൺട്രാക്റ്റിൻ്റെ എക്സാമ്പിൾ. ഓക്കെ ആണല്ലോ. ഇതാണ് ഫോർമേഷൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ. അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ്. ഇനി പെർഫോമൻസിൻ്റെ ബേസിസിൽ മെയിനായിട്ട് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എക്സിക്യൂട്ടഡ്, എക്സിക്യൂട്ടറി, യൂണിലാറ്ററൽ, ബൈലാറ്ററൽ. എന്താണ് എക്സിക്യൂട്ടഡ്? ഇപ്പോൾ ആ ഒരു കോൺട്രാക്റ്റിലെ രണ്ട് പാർട്ടീസും അവരുടെ എല്ലാ ഒബ്ലിഗേഷൻസും കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് എക്സിക്യൂട്ടറി? അവരെല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടില്ല, അവരുടെ ഒബ്ലിഗേഷൻസ് ഇനിയും ബാക്കിയുണ്ട്, അവർക്ക് ചെയ്തു തീർക്കാൻ ഇനിയും കാര്യങ്ങളുണ്ട്. അങ്ങനെ സംതിങ് റിമെയിൻ ടു ഡൺ, ഇനിയും ചെയ്തു തീർക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താണ് യൂണിലാറ്ററൽ? യൂണിലാറ്ററൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടി മാത്രം അവിടെ പ്രോമിസ് ഉള്ളൂ, ഞാൻ ഇത് ചെയ്യാം എന്ന് ഒരു പാർട്ടി മാത്രം പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ അത് വിളിക്കുന്നവരാണ് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താണ് ബൈലാറ്ററൽ? രണ്ട് പാർട്ടീസും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമിസ് ചെയ്യാണ്, നീ എനിക്ക് സ്ഥലം തന്നാൽ ഞാൻ നിനക്ക് കാശ് തരാം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ബൈലാറ്ററൽ കോൺട്രാക്റ്റ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രിവെയിലിംഗ് ആയിട്ടുള്ളത് എന്താണ്? ഈ പറയുന്ന ബൈലാറ്ററൽ കോൺട്രാക്റ്റ് തന്നെയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇത് ഓക്കെ 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ നോക്കാൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, വാട്ട് ഈസ് എക്സ്പ്രസ് കോൺട്രാക്റ്റ് ചോദിച്ചിട്ടുണ്ട് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഫസ്റ്റ് നമ്മുടെ ഈ യൂണിറ്റിൽ നിന്നാണ്. എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്താണ്? എക്സ്പ്രസ് കോൺട്രാക്റ്റ് അപ്പോൾ ആ കോൺട്രാക്റ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ സ്പോക്കൺ ആയിട്ടോ അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് എന്ത് ഈ പറയുന്ന എക്സ്പ്രസ് കോൺട്രാക്റ്റ്. അതേപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ളതാണ്. എന്താണ് കോൺട്രാക്റ്റ്? ഡിഫൈൻ കോൺട്രാക്റ്റ് വെച്ചിട്ടുണ്ട്, അത് പഠിക്കുക കൃത്യമായിട്ട്. പിന്നെ എന്താണ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്? ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ വാട്ട് ഈസ് ക്വാസി കോൺട്രാക്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ്. അപ്പോൾ എസെൻഷ്യൽ ഫീച്ചേഴ്സ് നോക്കാൻ മറക്കരുത്. അതേപോലെ ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സിൻ്റെ ക്വാസി കോൺട്രാക്റ്റും ഇംപ്ലൈഡും എക്സ്പ്രസ്സും അങ്ങനെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് യൂണിറ്റ് റിവിഷൻ കംപ്ലീറ്റ്. നമുക്ക് സെക്കൻഡ് യൂണിറ്റിലേക്ക് കിടക്കാം ഇനി. അപ്പോൾ ഈ സെക്കൻഡ് യൂണിറ്റിൽ മെയിൻ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഓഫർ, എന്താണ് ആക്സെപ്റ്റൻസ്. ഓഫറും ആക്സെപ്റ്റൻസും എന്താണെന്നും അതേപോലെ തന്നെ ഒരു ഓഫർ വാലിഡ് ആവണമെങ്കിൽ അതിനെന്തെല്ലാം എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആവശ്യമുണ്ട്, അതേപോലെ തന്നെ ഒരു ആക്സെപ്റ്റൻസും വാലിഡ് ആവണമെങ്കിൽ അതിനെന്തൊക്കെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് വേണം, അത് ഡിസ്കസ് ചെയ്യും. പിന്നെ ടൈപ്സ് ഓഫ് ഓഫർ, എപ്പോഴാണ് ഒരു ഓഫർ കംസ് ടു ആൻ എൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഓക്കെ,
അപ്പോൾ തന്നെ ഈ ഓഫർ എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ പാർട്ടീസ് അവിടെ നോക്കാം. അപ്പോൾ ഓഫറിൽ മെയിനായിട്ട് 2 പാർട്ടീസ് ഉണ്ട്, ഓഫറർ ആൻഡ് ഓഫറി. ആരാണോ പ്രപ്പോസൽ മേക്ക് ചെയ്യുന്നത് അദ്ദേഹമാണ് ഓഫറർ. ആർക്ക് വേണ്ടിയാണോ പ്രപ്പോസൽ ഉണ്ടാക്കുന്നത്, ടു ഹൂം ദ പ്രപ്പോസൽ ഇസ് മെയ്ഡ്, അദ്ദേഹത്തിന് വിളിക്കുന്ന പേരാണ് ഓഫറി. അപ്പൊ ആര് പ്രപ്പോസൽ ഉണ്ടാക്കുന്നു അദ്ദേഹത്തിന് ഓഫറർ എന്നും, ആർക്ക് വേണ്ടിയാണ് പ്രപ്പോസൽ മേക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഓഫറി എന്നും വിളിക്കുന്നു. ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്തെല്ലാമാണ് ഒരു വാലിഡ് ഓഫറിന്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ ആണ്, ഇറ്റ് മസ്റ്റ് ഇൻറ്റൻഡ് ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. എപ്പോഴും ആ ഒരു ഓഫറിന്റെ ഇന്റൻഷൻ എന്തായിരിക്കണം, അവരുടെ ഉദ്ദേശം എന്തായിരിക്കണം, ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക, അതായിരുന്നു അവരുടെ ഇന്റൻഷൻ. അതാണ് ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് മസ്റ്റ് ഇൻറ്റൻഡ് ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻ. രണ്ടാമത്തതാണ്, ദ ടേംസ് ഓഫ് ദ ഓഫർ മസ്റ്റ് ബി ഡെഫിനിറ്റ് ആൻഡ് സർട്ടൺ. ആ ഒരു ഓഫറിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെ സർട്ടൺ ആൻഡ് ഡെഫിനിറ്റ്, കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. വളരെ ക്ലാരിറ്റിയോടെ വളരെ ഡെഫിനിറ്റ് ആയിട്ടും സർട്ടൺ ആയിട്ടും വേണം അവൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. അത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെയാണ്, ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറി. ഓഫറിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഓഫർ എല്ലാം ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, എന്ത് ചെയ്യണം, അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഓഫർ എന്താണെന്നും കൃത്യമായിട്ട് ഓഫറിയോട് കറക്റ്റ് ടൈമിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് ആണ്, ദ ഓഫർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്റൻഷൻ ഓർ ഇൻവിറ്റേഷൻ ടു ഓഫർ. ഓഫറിലേക്കുള്ള ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്റൻഷൻ എന്നതൊന്നും ഒരിക്കലും ഓഫർ അല്ല. ഇപ്പോൾ പറയാണ് അഡ്വർടൈസ്മെന്റ്സ്, പ്രൈസ് ലിസ്റ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, ഇങ്ങനെ ഓരോ ഇൻവിറ്റേഷൻസ് പോലെ ഡിസ്കൗണ്ട്, ഇത്ര ഡിസ്കൗണ്ട് ഉണ്ട്, കയറി വരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേയും കാണാറുണ്ട് കടകളുടെ മുമ്പിൽ. അതൊന്നും ഒരിക്കലും ഒരു ഓഫർ അല്ല. ഓഫർ എന്ന് പറയുന്നത് ഒരിക്കലും ഇൻവിറ്റേഷൻ ടു ഓഫർ അല്ല. ഓക്കെ, അത് മാറിപ്പോരുത്. അതാണ് നാലാമത്തെ പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി അഞ്ചാമത്തെ ആണെങ്കിൽ, സ്പെഷ്യൽ കണ്ടീഷൻ അറ്റാച്ച്ഡ് ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ആ ഓഫർ നടക്കണമെന്നുണ്ടെങ്കിൽ, ഇന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കണ്ടീഷൻ ഓഫറായിട്ട് അറ്റാച്ച്ഡ് ആണെങ്കിൽ ആ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഇനി ആറാമത്തെ പോയിന്റ് ആണ്, an offer may be general or specific. ഓഫർ എന്ന് പറയുന്നത് ചിലപ്പോൾ ജനറൽ ആയിരിക്കാം അല്ലെങ്കിൽ സ്പെസിഫിക് ആയിരിക്കാം. എന്താണ് ജനറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഓഫർ ബാധകമാണ്, ഫുള്ളായിട്ട് ബാധകമാണെങ്കിൽ അതാണ് ജനറൽ ഓഫർ. ഇനി ചില ഇൻഡിവിജ്വൽസിന് മാത്രം അല്ലെങ്കിൽ സ്പെസിഫിക് പീപ്പിളിന് വേണ്ടി മാത്രമുള്ള ഓഫർ ആണെങ്കിൽ അതാണ് സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം ഓഫർ ജനറൽ ആണോ അതോ സ്പെസിഫിക് ആണോ എന്നത്. ഇനി ഏഴാമത്തെ പോയിന്റ് ആണ്, ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ ദ അസറ്റ് ഓഫ് ദ അതർ പാർട്ടി. എന്താണ്, മറ്റൊരു വ്യക്തിയുടെ, നമ്മുടെ അതർ പാർട്ടിയുടെ താല്പര്യം, അസെന്റ് എന്താണ്, താല്പര്യം അനുസരിച്ചായിരിക്കണം എപ്പോഴും നമ്മൾ ഓഫർ മേക്ക് ചെയ്യണത്. ചുമ്മാ നമ്മുടെ ഇഷ്ടത്തിന് മാത്രമല്ല, ഓപ്പോസിറ്റുള്ള പാർട്ടിയുടെ കൺസെന്റും താല്പര്യം അനുസരിച്ച് വേണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ, ഓഫർ കൊടുക്കാൻ വേണ്ടി. ഇനി അടുത്തതാണ് എട്ടാമത്തെ, ഓഫർ മേ ബി കണ്ടീഷണൽ. അപ്പോൾ ചിലപ്പോൾ ചില കണ്ടീഷൻസ് വച്ചിട്ടുണ്ടാവും ഓഫറിൽ. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ഓഫർ വാലിഡ് ആവില്ല. അപ്പം അങ്ങനെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് ആദ്യം സാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ അത് നടക്കോ എന്നാണ് തന്നെ നോക്കണം. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ്, ഓഫർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എ ടേം ദ നോൺ കംപ്ലൈൻസ് ഓഫ് ദ വിച്ച് വുഡ് എമൗണ്ട് ടു ആക്സെപ്റ്റൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറയാണ്, ഈ ഓഫറർ പറയാണ്, ഈ ഡ്യൂ ഡേറ്റിനുള്ളിൽ നിങ്ങൾ ഒരു തീരുമാനം പറഞ്ഞില്ല എന്നാണെങ്കിൽ ഞങ്ങൾ അങ്ങ് കരുതാണ് നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്തു എന്നൊരിക്കലും, അങ്ങനെ ഇംപ്ലൈഡ് ആയിട്ട് രീതിയിലൊന്നും ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കൃത്യമായിട്ട് ഡ്യൂ ഡേറ്റ് തീരുന്ന മുമ്പ് ഓഫർ പറയാണ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാണ്, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രമേ ആ ഓഫർ അവിടെ വാലിഡ് ആവുള്ളൂ. അല്ലാണ്ട് ഡ്യൂ ഡേറ്റ് തീർന്നിട്ട് നിങ്ങളൊന്നും പറഞ്ഞില്ല, ഞങ്ങളത് അസ്യൂം ചെയ്യാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് വാലിഡ് ആവില്ല. അതാണ് 9ാമത്തെ പോയിന്റ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഒരു ഓഫർ എന്താവുന്നത്, ഒരു വാലിഡ് ഓഫറായി മാറുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എസെൻഷ്യൽ ഫീച്ചേഴ്സ്. ഇത് പഠിച്ചു വയ്ക്കുക. 5 മാർക്കോ 50 മാർക്കോ വെച്ച് നമുക്കിത് എഴുതാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഫർ ആണ്, കൈൻഡ്സ് ഓഫ് ഓഫർ. മെയിനായിട്ട് 3 ടൈപ്സ് ഉണ്ട്. ഇത് മെയിൻ ചോദിക്കാറുള്ള ഇതിന് ഒരെണ്ണമൊക്കെ ഇങ്ങനെ 2 മാർക്കായിട്ട് ചോദിക്കാറുണ്ട്. കൈൻഡ്സ് ഓഫ് ഓഫറിൽ സ്റ്റാൻഡിങ് ഓഫർ ഉണ്ട്, കൗണ്ടർ ഓഫർ ഉണ്ട്, ക്രോസ് ഓഫർ ഉണ്ട്. സ്റ്റാൻഡിങ് ഓഫർ വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു പർട്ടിക്കുലർ ആർട്ടിക്കിൾ നമ്മൾ കണ്ടിന്യൂസ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ
അതിനു വേണ്ടിയുള്ള ഓഫറാണ് സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ടൈം ടു ടൈമിലേക്ക് ലാർജ് ക്വാണ്ടിറ്റി ഗുഡ്സ് ഇങ്ങനെ നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാണ് കൗണ്ടർ ഓഫർ. ഇപ്പോൾ ഓഫറോട് ഈ ഓഫറിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഓഫർ ഇത് ആക്സെപ്റ്റ് ചെയ്യണ മുമ്പ് തന്നെ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ചില ഡീവിയേഷൻ വരുത്തുവോ അല്ലെങ്കിൽ കോൺട്രാക്ട് ഇല്ലാത്ത കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മുടെ കോൺട്രാക്റ്റിന് പുറത്തേക്ക് പോയി. ഇനി അതൊരിക്കലും എന്തല്ല, അതൊരു കോൺട്രാക്റ്റായി മാറുകയില്ല. എന്തേ മാറും, മറിച്ച് അതൊരു കൗണ്ടർ ഓഫറായി മാറും. യഥാർത്ഥ ഓഫറിന്റെ രൂപത്തിൽ നിന്ന് മാറി. കാരണം എന്താണ്, അതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും ഇപ്പോൾ പറയുന്നില്ല, അവർ വേറെ കൂടുതൽ കാര്യങ്ങൾ പറയാണ്. അപ്പോൾ അതെന്തായി മാറും, അതൊരു കൗണ്ടർ ഓഫർ. അപ്പോൾ ആ ഒരു ഓഫറിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ മാറ്റി ഒറിജിനൽ ഓഫറിലെ റിജക്ഷൻ വരുത്തി പുതിയൊരു ഓഫർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് ചോദിക്കാറുണ്ട് 2 മാർക്കായിട്ട്. അതാണ് കൗണ്ടർ ഓഫർ. അപ്പോൾ ഒറിജിനൽ ഓഫർ അവിടെ ഇല്ലാണ്ടായി, അത് റിജക്ട് ചെയ്ത് പുതിയൊരു ന്യൂ ഓഫറിന്റെ ഉണ്ടാവുന്ന ആ ഒരു എഫക്റ്റിലേക്ക് മാറാണ്. അതിന് വിളിക്കുന്ന പേരാണ് കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ലാസ്റ്റ് വൺ ആണ് ക്രോസ് ഓഫർ. രണ്ട് പാർട്ടീസും ഐഡന്റിക്കലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫർ കൊടുക്കുകയാണെങ്കിൽ അതാണ് ക്രോസ് ഓഫർ. ഇവിടെ ആരും ഒന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കൊടുക്കാണ്, ഓഫർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് ക്രോസ് ഓഫർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഓഫറിനെ പറ്റി ഈ ഒരു യൂണിറ്റിലുള്ളത്. ഇനി നെക്സ്റ്റ് വൺ ആണ് എന്താണ് ആക്സെപ്റ്റൻസ്. ആക്സെപ്റ്റൻസ് മീൻസ് ഗിവിംഗ് കൺസെന്റ് ടു ആൻ ഓഫർ ബൈ ദ ഓഫറി. ആ ഓഫറർ കൊണ്ടുവന്നിരിക്കുന്ന ഓഫറിന് കൺസെന്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് കൺസെന്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഒരു വാലിഡ് ആക്സെപ്റ്റൻസിന്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്നാണ്. ഒന്നാമത്തെയാണ് ആക്സെപ്റ്റൻസ് അബ്സല്യൂട്ടും അൺക്വാളിഫൈഡ് ആയിരിക്കണം. എന്താർത്ഥം, എന്താണോ ആ ഓഫറിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നത് അത് തന്നെ ആയിരിക്കണം ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. അതിൽ നിന്ന് ഡീവിയേഷൻ വന്നാൽ അത് ഒരിക്കലും ആ ഓഫറായി മാറുകയില്ല. എന്തായി മാറും, അത് നേരത്തെ പറഞ്ഞു, കൗണ്ടർ ഓഫറായി മാറും. അപ്പോൾ ആ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ആ ഒരു ഓഫറിൽ എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ളത് അത് അതേപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് എന്താവുള്ളൂ, വാലിഡ് ആക്സെപ്റ്റൻസ് ആവുകയുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് ആണ് ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ഓഫറർ. ഞാനത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് മനസ്സിലെച്ചാൽ പോരാ, എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് ഓഫററോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ആക്സെപ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ അതെന്താവുള്ളൂ, വാലിഡ് ആവുകയുള്ളൂ. അടുത്ത ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ എ റീസണബിൾ ടൈം. നമ്മൾ എന്തെങ്കിലും പോയി ആക്സെപ്റ്റൻസ് പറഞ്ഞാൽ പോരാ, അതൊരു ടൈം പീരീഡ് ഒക്കെ ഉണ്ടാവും, അത് കൃത്യമായി ടൈം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ച് റീസണബിൾ ടൈം നമ്മൾ എന്ത് ചെയ്യണം, കാര്യം തുറന്നു പറയണം. അടുത്ത ഇറ്റ് മസ്റ്റ് ബി അക്കോർഡിംഗ് ടു ദ മോഡ് പ്രിസ്ക്രൈബ്ഡ്. ചില കേസിൽ ചില ഓഫറിൽ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ വേണം ഇതിൻ്റെ ആക്സെപ്റ്റൻസ് പറയാൻ വേണ്ടി. ചിലത് എഴുതി റിട്ടേൺ ആയിട്ട് പറയണം, ചിലത് ഓറലായിട്ട് പറഞ്ഞാൽ മതി, അങ്ങനെ പല രീതി ഉണ്ടാവും. അപ്പോൾ എന്താണോ അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് മോഡ് അതനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആക്സെപ്റ്റൻസ് ഓഫററോട് പറയാൻ. ഇനി അഞ്ചാമത്തെ പോയിന്റ് ആണ് ദ ആക്സെപ്റ്റർ മസ്റ്റ് ബി അവെയർ ഓഫ് ദ പ്രപ്പോസൽ അറ്റ് ദ ടൈം ഓഫ് ദ ആക്സെപ്റ്റൻസ്. ആക്സെപ്റ്റൻസിന്റെ ടൈമിൽ ആരാണോ ആക്സെപ്റ്റ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് പ്രപ്പോസൽ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം കൃത്യമായിട്ട് ആക്സെപ്റ്റ് ചെയ്യേണ്ടി. എല്ലാം വായിച്ചു നോക്കിയിട്ട് വേണം ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി. ആറാമത്തെയാണ് ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗീവൺ ബിഫോർ ദ ഓഫർ ലാപ്സ്. ഓഫർ തീർന്നു മുമ്പ് തന്നെ ആക്സെപ്റ്റൻസ് പറയണം. ഓഫർ തീർന്നു കഴിഞ്ഞിട്ട് എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ, ഇല്ല. അപ്പൊ എന്താണ്, ഓഫർ തീർന്നു മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആക്സെപ്റ്റൻസ് പറഞ്ഞിരിക്കണം. എന്ന ലാസ്റ്റ് പോയിന്റ് ഈസ് ആക്സെപ്റ്റൻസ് കനോട്ട് ബി ഇംപ്ലൈഡ് ഫ്രം സൈലൻസ്. ഒരിക്കലും ഒരാളുടെ സൈലൻസ്, മൗനത്തിൽ നിന്ന് ഒരിക്കലും അത് ആക്സെപ്റ്റഡ് ആണ് എന്ന് കരുതാൻ പാടില്ല. അതാണ് ലാസ്റ്റ് പോയിന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരു ആക്സെപ്റ്റൻസ് വാലിഡായി മാറുകയുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് വെൻ ഡസ് ആൻ ഓഫർ കംസ് ടു ആൻ എൻഡ്. എപ്പോഴൊക്കെയാണ് ഒരു ഓഫർ അവസാനിക്കുന്നത്, എപ്പോഴൊക്കെയാണ് അത് എൻഡ് ആവുമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ബൈ നോട്ടീസ് ഓഫ് റിവോക്കേഷൻ. നമുക്ക് ഈ ഓഫർ ഇല്ലാണ്ടാക്കാം, റിവോക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഓഫറിക്ക് ലെറ്റർ കൊടുക്കുകയാണ്, നമുക്കിത് റദ്ദാക്കാം, അല്ലെ നമുക്കിത് ടേക്ക് ബാക്ക് ഈ ഓഫർ വേണ്ട എന്ന് റിവോക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നോട്ടീസ് ഓഫറിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വെച്ച് എന്താവും, ആ ഓഫർ എൻഡ് ആവും. അതാണ് ഒന്നാമത്തെ നോട്ടീസ് ഓഫ് റിവോക്കേഷൻ. രണ്ടാമത്തെ ബൈ ലാപ്സ് ഓഫ് ടൈം. പറഞ്ഞിരിക്കുന്ന ടൈം തീർന്നുപോയി, അതിനുള്ളിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല എന്നാണെങ്കിൽ ലാപ്സ് ഓഫ് ടൈം തീർന്നു പോയോണ്ട് ആ ഓഫർ അവിടെ ഇല്ലാണ്ടാവാം. മൂന്നാമത്തെ ഫെയിലിയർ ടു ഫുൾഫിൽ എ കണ്ടീഷൻ പ്രസന്റഡ്. ആ ഒരു ഓഫറിൽ ഇന്നൊരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണമെന്ന് കൃത്യം പറഞ്ഞിട്ടുണ്ടായി, പക്ഷെ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. അങ്ങനെ വരുമ്പോൾ ഓഫർ എന്താവും, അവിടെ വെച്ച് അവസാനിക്കും.
നാലാമത്തത് ബൈ ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് ദ പ്രപ്പോസർ, ഈ പ്രപ്പോസൽ ഉണ്ടാക്കിയ ആൾ മരിച്ചു പോവുകയോ അദ്ദേഹത്തിന് അത് ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, അവിടുത്തെ ഓഫർ ഇല്ലാണ്ടാവും. റിജക്ഷൻ ബൈ കൗണ്ടർ ഓഫർ, എന്താ കൗണ്ടർ ഓഫർ നേരത്തെ പറഞ്ഞത്, എന്താണത്, ഓഫറിന്റെ യഥാർത്ഥ ടേംസ് ആൻഡ് കണ്ടീഷനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പുതിയൊരു ഓഫർ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് കൗണ്ടർ ഓഫർ. അപ്പോൾ അങ്ങനെ കൗണ്ടർ ഓഫർ വയ്ക്കുക ചെയ്യുകയാണെങ്കിൽ പഴയ ഓഫർ എന്തായി പോവും, അത് റിജക്റ്റ് ആയി പോവും. അതോടെ ആ ഓഫർ ഇല്ലാണ്ട് പുതിയ ഓഫർ അവിടെ എഫക്റ്റിൽ വരാണ്, അങ്ങനെയും ആ ഓഫർ എൻഡ് ആയി പോവുകയാണ്. അത് ലാസ്റ്റ് വൺ ആണ് നോൺ ആക്സെപ്റ്റൻസ് ഓഫ് ദ ഓഫർ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മോഡ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായി പ്രിസ്ക്രൈബ്ഡ് മോഡിൽ തന്നെ വേണം എന്ത് ആക്സെപ്റ്റൻസ് വരുത്താൻ വേണ്ടി. ചിലത് എഴുതിയായിരിക്കും, ചിലത് പറഞ്ഞായിരിക്കും, എങ്ങനെ വെച്ചാൽ അതുപോലെ വേണം നമ്മളത് നടത്താൻ വേണ്ടി. അപ്പോൾ പ്രിസ്ക്രൈബ്ഡ് മോഡിലല്ല അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച ഓഫർ ഇൻവാലിഡ് ആവുകയും എൻഡ് ആവുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് യൂണിറ്റിൽ മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്സ്. ക്ലിയർ ആയല്ലോ? നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്, എന്താണ്, വാട്ട് ഡു യു മീൻ ബൈ റിവോക്കേഷൻ ഓഫ് ഓഫർ? ഓഫർ റിവോക്കേറ്റ് എന്താ അർത്ഥം? ഇവിടെ ഓഫറർ ഓഫറിക്ക് ഒരു നോട്ടീസ് അയക്കാണ്. എന്തിൻ്റെ നോട്ടീസ്? നോട്ടീസ് ഓഫ് റിവോക്കേഷൻ അയക്കാണ്. അതിലൂടെ എന്ത് ചെയ്യാം, അത് റിവോക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നോട്ടീസ് അയച്ച് അത് റദ്ദാക്കുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് റിവോക്കേഷൻ ഓഫ് ഓഫർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ടോപ്പിക്കിലുള്ളതാണത്. നോക്കാം, വെൻ ഡസ് ദ ഓഫർ കംസ് ടു ആൻ എൻഡ് എന്ന ടോപ്പിക്കിലെ ഫസ്റ്റ് പോയിന്റ് ആണ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ. കണ്ടോ? ഓക്കെ, ഇത് 50 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ദ ടേം ആക്സെപ്റ്റൻസ്, എക്സ്പ്ലെയിൻ ദ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് ആക്സെപ്റ്റൻസ്. കണ്ടോ, അതെന്താണ് ആക്സെപ്റ്റൻസ് ചെയ്താൽ അതിൻ്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് കൂടി നമ്മൾ മെൻഷൻ ചെയ്ത് 50 മാർക്ക് ചോദിക്കാറുണ്ട്. പിന്നെ നോക്കാം, ഡിഫൈൻ ഓഫർ, എന്താണ് ഓഫർ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൗ ഈസ് ആൻ ഓഫർ റിവോക്ഡ്, എങ്ങനെയൊക്കെ ഓഫർ റിവോക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ അതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു യൂണിറ്റിന് ചോദിക്കാറുള്ളത്. സോ നമ്മുടെ ഈ ഫസ്റ്റ് മൊഡ്യൂളിലെ തേർഡ് യൂണിറ്റ് ആണ് ഇനി കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് പറഞ്ഞിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കൺസിഡറേഷൻ, അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഒരു കൺസിഡറേഷൻ്റെ എസെൻഷ്യൽസ്, ഒരു കൺസിഡറേഷൻ വാലിഡ് ആണെങ്കിൽ എന്തൊക്കെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് വേണം, സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ യൂണിറ്റിലുള്ളത്. അപ്പോൾ വേണമെങ്കിൽ 50 മാർക്ക്സും ചോദിക്കാം. എക്സ്പ്ലെയിൻ വാട്ട് ഈസ് കൺസിഡറേഷൻ ആൻഡ് വാട്ട് ആർ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ വാലിഡ് കൺസിഡറേഷൻ എന്ന് 50 മാർക്കും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് കൺസിഡറേഷൻ എന്നത്. കൺസിഡറേഷൻ ഈസ് ആൻ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആണെങ്കിൽ അതിന് വേണ്ട ഒരു എസെൻഷ്യൽ എലമെൻ്റ് ആണ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇഫ് ദർ ഇസ് നോ കൺസിഡറേഷൻ യൂഷ്വലി ആൻ എഗ്രിമെൻറ്റ് ബിക്കം വോയിഡ്. ഇപ്പോൾ ഒരു എഗ്രിമെൻറ്റിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റ് എന്താണ്, വോയിഡായി പോകും. വെൻ വൺ പാർട്ടി പ്രോമിസസ് ടു ഡു സംതിങ് ഹി ഹാസ് ടു ഗെറ്റ് സംതിങ് ഇൻ റിട്ടേൺ ഫോർ ദാറ്റ് പ്രോമിസ്. ഒരു പാർട്ടി ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്യുമ്പോൾ ആ പ്രോമിസിന് തിരിച്ച് മറ്റൊരു പാർട്ടി എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം, സംതിങ് ഇൻ റിട്ടേൺ. ആ സംതിങ് ഇൻ റിട്ടേൺ ക്യാൻ ബി ടേംഡ് ആസ് കൺസിഡറേഷൻ. അങ്ങനെ ആ സംതിങ് ഇൻ റിട്ടേൺ വിളിക്കുന്ന പേരാണ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ എന്തായിപ്പോൾ ആ എഗ്രിമെൻറ്റ് വോയിഡ് ആയിപ്പോൾ ഒരിക്കലും അത് കോൺട്രാക്റ്റ് ആവുകയില്ല. ഇനി എന്തൊക്കെയാണ് ഒരു വാലിഡ് കൺസിഡറേഷന് വേണ്ട എസെൻഷ്യൽ ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമത്തെയാണ് പ്രോമിസറിൻ്റെ ഡിസയർ ഓഫ് ദ പ്രോമിസർ. എപ്പോഴും കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരാണോ പ്രോമിസ് ചെയ്തത് അയാളുടെ ഡിസയർ അനുസരിച്ചായിരിക്കണം നമ്മൾ കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. രണ്ടാമത്തത് കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. പ്രോമിസറിന് കൺസിഡറേഷൻ കൊടുക്കണം, പക്ഷെ അത് പ്രോമിസി തന്നെ കൊടുക്കണമെന്നില്ല. അത് ആര് കൊടുത്താലും മതി, അയാൾക്കത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അത് ആര് കൊടുത്തു എന്നത് ഇമ്മെറ്റീരിയൽ ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്, കൺസിഡറേഷൻ മേ മൂവ് ഫ്രം പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. അടുത്ത മൂന്നാമത്തെ പോയിന്റ് ആണ് കൺസിഡറേഷൻ മേ ബി ആൻ ആക്ട്, അബ്സ്റ്റിനൻസ്, ഫോർബിഡൻസ് ഓർ എ റിട്ടേൺ പ്രോമിസ്. കൺസിഡറേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു ആക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റിട്ടേൺ പ്രോമിസ് ആയിരിക്കാം, അങ്ങോട്ട് ചെയ്തോളാം എന്നൊരു പ്രോമിസ് ആയിരിക്കാം. ഓക്കെ, അതെന്തും ആവട്ടെ അതെന്താണ്, കൺസിഡറേഷൻ ആയിക്കോളും. അതേപോലെ തന്നെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് പാസ്റ്റോ പ്രസൻറ്റോ ഫ്യൂച്ചർ ആവാം. കൺസിഡറേഷൻ ഒന്നുമില്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ട് മുമ്പേ കൊടുക്കാം, അത് കഴിഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ അപ്പോൾ തന്നെ കൊടുക്കാം, അതൊന്നും പ്രശ്നമല്ല. അടുത്ത അഞ്ചാമത്തെയാണ് കൺസിഡറേഷൻ നീഡ് നോട്ട് ടു ബി അഡിക്വേറ്റ്. അതേപോലെ തന്നെ കൺസിഡറേഷൻ ഇന്ന തന്നെ ആവണം, അഡിക്വേറ്റ് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, ഏത് കൺസിഡറേഷനും വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യാം. ആറാമത്തെയാണ് കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂഷറി. പക്ഷെ എന്തായിരിക്കണം, അത് റിയൽ ആയിരിക്കണം, അത് ലീഗലി പോസിബിളും ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റിയതും അങ്ങനെ വളരെ റിയൽ ആയിരിക്കണം. അൺസർട്ടൻ ഒന്നും ആകാൻ പാടില്ല, റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൺസിഡറേഷനായിട്ട്
പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അടുത്ത 7ാമത്തെ പോയിന്റാണ് കൺസിഡറേഷൻ മസ്റ്റ് ബി സംതിങ് വിച്ച് ദ പ്രോമിസർ ഈസ് നോട്ട് ഓൾറെഡി ബൗണ്ട് ടു ഡു. പ്രോമിസർ നേരത്തെ ചെയ്യേണ്ട കാര്യമാവരുത് നമ്മൾ കൊടുക്കുന്ന കൺസിഡറേഷൻ എന്ന് പറഞ്ഞത്. എക്സിസ്റ്റിംഗ് ലോയിലോ നമ്മുടെ ലോ പ്രകാരം അദ്ദേഹത്തിന് കിട്ടേണ്ട കാര്യം ആവരുത് കൺസിഡറേഷൻ. അതല്ലാണ്ട് അദ്ദേഹത്തിന് ബൗണ്ട് അദ്ദേഹത്തിന് വേണ്ടാത്ത അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ ആ ലോ അദ്ദേഹത്തിന് വേണ്ടി ബൗണ്ട് ചെയ്യാത്ത വേറെ ഏതെങ്കിലും കാര്യങ്ങളായിരിക്കണം നമ്മൾ കൺസിഡറേഷനായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. ലാസ്റ്റ് പോയിന്റ് ആണ് കൺസിഡറേഷൻ മസ്റ്റ് നോട്ട് ബി ഇല്ലീഗൽ, ഇമ്മോറൽ ഓർ ഒപ്പോസ് ടു പബ്ലിക് പോളിസി. ഒരിക്കലും കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇല്ലീഗലോ ഇമ്മോറലോ അതേപോലെ പബ്ലിക് പോളിസിക്ക് ഒപ്പോസ്ഡ് ആയിട്ടുള്ള കാര്യമോ ആവരുത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു കൺസിഡറേഷൻ വേണ്ട എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള. ഏതൊക്കെയാണ്? ഒന്നാമത്തത് പ്രോമിസറിൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കണം കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്യണത്. കൺസിഡറേഷൻ കൊടുക്കേണ്ടത് പ്രോമിസ് തന്നെ ആണെന്നില്ല, ആര് കൊടുത്താലും മതി. അടുത്തത് കൺസിഡറേഷൻ എന്നത് ചിലപ്പോൾ ഒരു ആക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ റിട്ടേൺ പ്രോമിസ് ആയിരിക്കാം. കൺസിഡറേഷൻ പാസ്റ്റോ പ്രസൻറ്റോ ഫ്യൂച്ചറോ ആയിരിക്കാം. കൺസിഡറേഷൻ അഡ്യൂക്കേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അത് റിയലും ഇല്യൂഷറി ആവരുത്, റിയൽ ആയിരിക്കണം. പിന്നെന്താണ്? നേരത്തെ പ്രോമിസർ ബൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇത് കൺസിഡറേഷൻ പോലെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. കൺസിഡറേഷൻ ഒരിക്കലും ഇല്ലീഗലും ഇമ്മോറലും പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതും ആവാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് ഒരു കൺസിഡറേഷന് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ. എന്താണ് സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ നോക്കാം. കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ പ്രോമിസി തന്നെ കൊടുക്കണമെന്നില്ല, അത് വേറെ ആൾ കൊടുത്താലും മതി. ഇറ്റ് മീൻസ് ദാറ്റ് ആസ് ലോങ് ആസ് ദർ ഈസ് എ കൺസിഡറേഷൻ ഫോർ എ പ്രോമിസ് ഇറ്റ് ഈസ് ഇമ്മറ്റീരിയൽ ഹൂ ഹാസ് ഫർണിഷ്ഡ് ഇറ്റ്. അപ്പോൾ ആ ഒരു പ്രോമിസിൽ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നത് ആരാണെന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല, അത് ഇമ്മെറ്റീരിയൽ ആണ്. ആര് പ്രൊവൈഡ് ചെയ്താലും ആ പ്രോമിസറിന് സംഭവം കിട്ടിയാൽ മാത്രം മതി. But according to English law, consideration must move from the promisee and the promisee only. എന്താ അർത്ഥം? ഇംഗ്ലീഷ് ലോ അനുസരിച്ച് കൺസിഡറേഷൻ കൊടുക്കേണ്ടത് ആര് തന്നെയാണ്? പ്രോമിസി തന്നെയാണ്. പ്രോമിസിയിൽ നിന്ന് വേറൊരാളിലേക്ക് അത് മാറാൻ പാടില്ല. If it is furnished by any other person, the promisee become a stranger to the consideration and cannot enforce the promise. In case ഒരു കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്ത് പ്രോമിസി അല്ല എന്നാണെങ്കിൽ അപ്പോൾ തന്നെ ആരാണോ ആ കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്ത് ആ തമ്മിലായിരിക്കും പിന്നെ കോൺട്രാക്ട് ഉണ്ടാവുക. ഈ പ്രോമിസി എന്ന ആൾ സ്ട്രേഞ്ചറായി പോകും, കാരണം അയാളല്ല കൺസിഡറേഷൻ കൊടുത്തത്. അതുകൊണ്ട് തന്നെ അയാൾ ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രേഞ്ചർ ടു ദ കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആ പ്രോമിസ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താണ്, കൺസിഡറേഷൻ ആര് കൊടുത്താലും മതി, പ്രോമിസ് കൊടുക്കണമെന്നില്ല. നമ്മുടെ സുഹൃത്തുക്കൾ കൊടുത്താലും ഫാമിലി മെമ്പേഴ്സ് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഇംഗ്ലീഷ് ലോ പ്രകാരം ആ ഒരു പ്രോമിസിക്ക് ആ കാശ് കൊടുക്കാൻ പറ്റിയില്ല, വേറെ ആരും സഹായിച്ചു കഴിഞ്ഞാൽ പ്രോമിസി എന്താവും, ആ ഒരു കോൺട്രാക്റ്റിന് പുറത്തു പോയി മറ്റേ നേരത്തെ കാശ് കൊടുത്ത ആളേക്ക് പിന്നെ ആ ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടാവുക. അതാണ് സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഈ കൺസിഡറേഷനിൽ നിന്ന് കണ്ടില്ലേ 15 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പാർട്ട് സിയിൽ. നോക്കാം, വാട്ട് ആർ ദ എസെൻഷ്യൽ ആൻഡ് ലീഗൽ റൂൾസ് ഓഫ് എ വാലിഡ് കൺസിഡറേഷൻ. വാലിഡ് കൺസിഡറേഷൻ എന്താണെന്നും അതിൻ്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണിത് പഠിക്കുക. 4ാമത്തെ യൂണിറ്റ് ആണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. കപ്പാസിറ്റി ഓഫ് പാർട്ടീസിൽ നോക്കാം നമുക്ക്. ദ പാർട്ടീസ് ടു ആൻ എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ലീഗൽ കപ്പാസിറ്റി ടു ക്രിയേറ്റ് എ കോൺട്രാക്ട്. അപ്പോൾ ഒരു എഗ്രിമെൻറ്റിലെ പാർട്ടീസ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തുണ്ടായിരിക്കണം? ലീഗൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ആ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ലീഗൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ വേണം? ഏജ് ഓഫ് മെജോറിറ്റി അറ്റൈൻ ചെയ്തിരിക്കണം, സൗണ്ട് മൈൻഡ് ആയിരിക്കണം, അതേപോലെ ലോ ഒന്നും അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യാനും പാടില്ല. ഓക്കെ, ഇനി ആരെല്ലാമാണ് ഈ പറയുന്ന കോൺട്രാക്റ്റിന് ഇൻകോമ്പിറ്റൻ്റ് ആയിട്ടുള്ളത് നോക്കാം. അപ്പോൾ മെയിനായിട്ട് 3 കാറ്റഗറി ഓഫ് പേഴ്സൺസ് ആണ് ഈ കോൺട്രാക്റ്റ് ഏർപ്പെടാൻ ഇൻക്വാളിഫൈഡ് ആയിട്ടുള്ളത്. ഒന്നാമത്തെ എന്താണ്? മൈനേഴ്സ്. രണ്ടാമത്തെ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. മൂന്നാമത്തെ പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്റ്റിംഗ് ബൈ എനി ലോ. കോർട്ട് പറഞ്ഞിട്ട് ഇന്ന ആൾക്കാരോടൊപ്പം നമ്മൾ കോൺട്രാക്റ്റ് ഏർപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേരെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 കാറ്റഗറിയോടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കോൺട്രാക്റ്റ് ഏർപ്പെടാൻ പാടില്ലാത്തത്. ഇതിൽ ഫസ്റ്റ് മെയിൻ ആണ് മൈനേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് മൈനർ നോക്കാം. എ മൈനർ ഈസ് എ പേഴ്സൺ ഹു ഇസ് നോട്ട് എ മേജർ. എന്താണ്? 18 ഇയേഴ്സിൽ കൂടുതൽ പ്രായമില്ലാത്ത എല്ലാവരും എന്താണ്? മൈനേഴ്സ് ആണ്.
Okay, according to the Indian Majority Act 1875, a person who has not completed 18 years of age is a minor. 18 വയസ്സ് പൂർത്തിയാവാത്ത എല്ലാ ആൾക്കാരും എന്താണ്? മൈനേഴ്സ് ആണ്. എ പേഴ്സൺ അറ്റൈൻ മെജോറിറ്റി വെൻ ഹി കംപ്ലീറ്റ്സ് ദ ഏജ് ഓഫ് 18. അപ്പോൾ മേജറായി എന്ന് പറഞ്ഞപ്പോഴാണ് 18 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് മേജറായി നമ്മൾ പറയുന്നത്. ഇനി എന്തൊക്കെ റൂൾസ് ആണ് ഈ മൈനറായിട്ട് ബന്ധപ്പെട്ടുള്ളതെന്ന് നോക്കാം. അതാണ് അവിടുത്തെ പഠിക്കാൻ പോകണം. ഇമ്പോർട്ടൻ്റ് ആണ് റൂൾസ് റിഗാർഡിങ് മൈനർ എഗ്രിമെൻറ്റ്. ഇത് മെയിനായിട്ട് 5 മാർക്കിൽ കൂടുതലും കാണാറുണ്ട്. അതേപോലെ തന്നെ 50 മാർക്കായിട്ട് കപ്പാസിറ്റി ഓഫ് പാർട്ടീസിലെ 3 പേരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ റൂൾസ് റിഗാർഡിങ് മൈനേഴ്സ് എഗ്രിമെൻ്റ് നോക്കാം. വളരെ സിമ്പിളാണ്. ഒന്നാമത്തെ എന്താണ്? മൈനറായിട്ട് ഏത് എഗ്രിമെൻ്റ് വന്നാലും അതെന്താണ്? സ്റ്റാർട്ടിങ്ങിലേ വോയിഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് നമുക്ക് ആക്ടിവേറ്റ് ആക്കാനോ ഒരു കോൺട്രാക്റ്റേക്ക് മാറ്റാനോ സാധിക്കില്ല. ആൻ എഗ്രിമെൻറ്റ് വിത്ത് ഓർ ബൈ എ മൈനർ ഈസ് വോയിഡ്. മൈനർ ആയിട്ടോ അല്ലെങ്കിൽ മൈനർ ഉണ്ടാക്കിയ കോൺട്രാക്റ്റ് ആയിക്കോട്ടെ, ഏതായാലും അതെന്താണ്? ആ ഒരു എഗ്രിമെൻറ്റ് സ്റ്റാർട്ടിങ്ങിലേ വോയിഡ് ആണ്. രണ്ടാമത്തത് മൈനർ ക്യാൻ ബി എ പ്രോമിസി ഓർ എ ബെനിഫിഷ്യറി. എന്ത് ചെയ്യാം? മൈനറിന് വേണമെങ്കിൽ ഒരു പ്രോമിസിയോ അല്ലെങ്കിൽ ഒരു ബെനിഫിഷ്യറിയോ ആ കോൺട്രാക്റ്റിൽ നിന്ന് ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യുന്ന ഒരാളായിട്ടോ മൈനറിന് മാറാവുന്നതാണ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. മൈനർ ക്യാൻ ബി എ പ്രോമിസി ഓർ എ ബെനിഫിഷ്യറി. അടുത്താണ് നോ റാറ്റിഫിക്കേഷൻ. മൈനറായിട്ടുള്ള ഏത് എഗ്രിമെൻറ്റും സ്റ്റാർട്ടിങ്ങിലേ വോയിഡാണ്. നമുക്കൊന്നും തന്നെ റാറ്റിഫൈ ചെയ്ത് എന്ത് മാറ്റം വരുത്തി ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അത് റാറ്റിഫിക്കേഷൻ ഒന്നുമില്ല, പക്ഷേ ആ വ്യക്തി ആ ഒരു മൈനറിന് 18 വയസ്സായി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു പുതിയ കോൺട്രാക്റ്റും പുതിയ കൺസിഡറേഷൻ വെച്ച് ഒന്നുകൂടി ആ കോൺട്രാക്റ്റ് ഉണ്ടാക്കാവുന്നതാണ്. അല്ലാണ്ട് ആ നിലവിലുള്ള കോൺട്രാക്റ്റിൽ ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതാണ് നോ റാറ്റിഫിക്കേഷൻ. അതാണ് നോ റെസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ്? ഇപ്പോൾ മൈനറായിട്ട് കോൺട്രാക്റ്റ് വോയിഡ് ആണല്ലോ, പക്ഷേ അത് അറിയണ മുമ്പ് തന്നെ മൈനറിന് വേണ്ട ബെനിഫിറ്റ്സ് ഒക്കെ കോൺട്രാക്റ്റിന് കിട്ടിക്കഴിഞ്ഞു. അതൊന്നും പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ചു മേടിക്കാൻ പറ്റില്ല. അപ്പോൾ നോക്കാം. ഇഫ് എ മൈനർ ഹാസ് റിസീവ് എനി ബെനിഫിറ്റ് അണ്ടർ എ വോയിഡ് എഗ്രിമെൻറ്റ് ഇറ്റ് കനോട്ട് ബി ആസ്ക്ഡ് ടു പേ ഫോർ ദ സെയിം. ആ ഒരു വോയിഡ് എഗ്രിമെൻറ്റ് ഒരിക്കലും മൈനറായിട്ടുള്ളത് വാലിഡ് എഗ്രിമെൻറ്റേ മാറില്ല. അതുകൊണ്ട് എന്താണത്? വോയിഡ് എഗ്രിമെൻ്റ് ആണ്. അങ്ങനെ വോയിഡ് എഗ്രിമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് മൈനർ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും തന്നെ തിരിച്ചു മേടിക്കാനുള്ള റൈറ്റ് ആർക്കില്ല? ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാർട്ടിക്ക് ഇല്ല. ഓക്കെ, അടുത്തത് നോ സ്പെസിഫിക് പെർഫോമൻസ്. Minors agreement being void from the very beginning is not capable of specific performance. മൈനറിന് അഗ്രിമെൻറ്റ് വോയിഡ് ആണെന്നറിയാം, അതുകൊണ്ട് തന്നെ അത് വെച്ച് ഒരു സ്പെസിഫിക് പെർഫോമൻസും നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അടുത്താണ് നോ എസ്റ്റോപ്പിൽ. എന്താണ്? ഈവൻ ഇഫ് എ മൈനർ misrepresent his age and fraudulently induce another to conduct with him, he cannot be stopped from pleading infancy as a defense. അപ്പം എന്താണ്? മൈനർ കള്ളത്തരം പറഞ്ഞാണ് ഏജൊക്കെ മാറ്റിയാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിനെതിരെ ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പിന്നെന്താണ്? നോ ഇൻസോൾവൻസി. ഒരു മൈനർ ഇൻകോമ്പിറ്റൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഇൻസോൾവൻ്റ് ആണ് പറഞ്ഞു പോലും നമുക്കൊന്നും തന്നെ ചെയ്യാൻ വേണ്ടി ഡിക്ലെയർ ചെയ്തൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പക്ഷെ എന്താക്കാം? മൈനറിന് ഒരു ഏജൻ്റ് ആക്കാനും പറ്റും, അതേപോലെ തന്നെ മൈനർ ഒരു പാർട്ട്ണർ ആക്കാനും പറ്റും. അടുത്തെന്താണ്? മൈനർ ഈസ് ലയബിൾ ഫോർ നെസസറീസ്. ഇപ്പോൾ ആ ഒരു എഗ്രിമെൻറ്റ് ഫോം ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി മൈനറിൻ്റെ നല്ലതിന് വേണ്ടിയാണ്, നെസസറിക്ക് വേണ്ടി മാത്രമാണ്, എല്ലാം കിട്ടുന്ന അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ നെസസറിക്ക് വേണ്ടി എന്ത് ചെയ്യുക? മൈനർ നമുക്ക് ലയബിൾ ആക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മൈനറിൻ്റെ കാര്യമായിട്ടുള്ള റൂൾസിലുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കൊന്നുകൂടി നമുക്ക്. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്നാമത് മൈനറായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് സ്റ്റാർട്ടിങ്ങിലേ വോയിഡ് ആണ്. രണ്ടാമത്തത് മൈനറിന് വേണമെങ്കിൽ ഒരു പ്രോമിസിയോ ഒരു ബെനിഫിഷ്യറി ആവാം. അടുത്തത് നമുക്ക് ഇതിൽ റാറ്റിഫിക്കേഷനോ മാറ്റങ്ങളോ ഒന്നും തന്നെ വരുത്താൻ പറ്റില്ല, റെസ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ സാധിക്കില്ല. ആ എഗ്രിമെൻ്റ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് പെർഫോമൻസും റൺ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ നമുക്ക് എസ്റ്റോപ്പിൽ ചെയ്യാൻ പറ്റില്ല, ഇൻസോൾവൻ്റ് ആണ് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ മൈനറിന് ഒരു ഏജൻ്റ് ആക്കാൻ പറ്റും, പാർട്ട്ണർ ആക്കാൻ പറ്റും. അതേപോലെ തന്നെ മൈനറിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഫോം ചെയ്ത ഒരു എഗ്രിമെൻ്റ് ആണെങ്കിൽ ആ നെസസറിയുടെ പേരിൽ നമുക്ക് മൈനറിനെ ലയബിൾ ആക്കാനും സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ആ റൂൾസിലുള്ളത്. ഓക്കെ ആണോ? അടുത്തതാണ് ഇനി പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. എന്താ നോക്കാതെ? ആൻ എഗ്രിമെൻറ്റ് എൻറ്റേർഡ് ഇൻ ടു ബൈ എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ഈസ് വോയിഡ്. ഒരു അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് ഏതൊരു എഗ്രിമെൻറ്റ് ഫോം ചെയ്താലും അതെന്താണ്? വോയിഡ് ആണ്. എ പേഴ്സൺ യൂഷ്വലി ഓഫ് ആൻ അൺസൗണ്ട് മൈൻഡ് മേക്ക് എ കോൺട്രാക്ട് വെൻ ഹീസ് ഓഫ് സൗണ്ട് മൈൻഡ്. മിക്കപ്പോഴും അൺസൗണ്ട് മൈൻഡുള്ള ആൾക്കാർ എപ്പോഴായിരിക്കും കോൺട്രാക്റ്റ് ഏർപ്പെടുക? നല്ല ബുദ്ധിബോധത്തോടെ ആയിരിക്കും. പക്ഷെ അവർക്ക് പിന്നീട് അത് ഓർക്കാനോ അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓർത്തുവയ്ക്കാനൊന്നും സാധിച്ചു എന്ന് വരില്ല. ഇനി ആരൊക്കെയാണ് ഈ അൺസൗണ്ട് മൈൻഡ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ട് നോക്കാം.
ഒന്നാമത്തെയാണ് ഇഡിയോസി എന്ന് വെച്ചാൽ എന്താണ്, മെൻ്റൽ ഗ്രോത്ത് ഇല്ല, അവർക്ക് മെൻ്റലി കുറച്ച് ഡിഫിക്കൽട്ടി പ്രശ്നങ്ങളുള്ള ആ ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് എന്ത് ചെയ്യില്ല, കോൺട്രയിൽ ഏർപ്പെടാൻ പറ്റില്ല. കാരണം അതിനുള്ള ബുദ്ധി അവർക്ക് ഉണ്ടായി വരില്ല. രണ്ടാമത്തെ ലുവൻസി വെച്ചാൽ എന്താണ്, എന്തെങ്കിലും പെട്ടെന്നുണ്ടായ പ്രശ്നങ്ങൾ കാരണം, വല്ല ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോസസ് കാരണമൊക്കെ മെൻ്റൽ ബാലൻസ് നഷ്ടപ്പെട്ടു, മെൻ്റൽ സ്ട്രെയിൻ ഡിസീസിൻ്റെ കാരണം അദ്ദേഹത്തിന് കോൺട്രാക്റ്റിംഗ് ഒരു കപ്പാസിറ്റി ഇല്ലാണ്ടേ പോവുക, അതായത് ലുവൻസി. അയാൾക്ക് ഒറിജിനലി ശരിക്കും പറഞ്ഞാൽ മെൻ്റൽ ഗ്രോത്ത് പ്രോബ്ലംസ് ഒന്നുമില്ല, പക്ഷേ ചില പെട്ടെന്നുണ്ടായ സിറ്റുവേഷൻ അദ്ദേഹത്തിന് ഒരു കോൺട്രയിൽ ഏർപ്പെടാൻ പറ്റാത്ത അവസ്ഥ വരുന്നു, അതാണ് ലുവൻസി എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡ്രങ്കന്നസ് എന്താണ്, വളരെയധികം ഓവറായിട്ട് ആൽക്കഹോളിക് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമുക്ക് കോൺട്രാക്റ്റ് ഏർപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ആൾക്കാരെയാണ് മെയിനായിട്ട് അൺസൗണ്ട് മൈൻഡ് എന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവരായിട്ടുള്ള കോൺട്രാക്റ്റ് ഒക്കെ എന്താണ്, സ്റ്റാർട്ടിങ്ങിലെ വോയിഡ് ആണ്. ഓക്കെ, പിന്നെ വരുന്ന ലാസ്റ്റ് കാറ്റഗറിയാണ് പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ എനി അതർ ലോ. If any such legislation or court decision disqualify a person or class of person from entering into agreement, such agreement also would become void on the ground of incapability. അപ്പോൾ എന്താണ്, അപ്പോൾ ഏതെങ്കിലും ഒരു ലോയോ അല്ലെങ്കിൽ കോർട്ടോ പറയാണ് ഇന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ട് ഒരു കോൺട്രാക്റ്റും ഏർപ്പെടാൻ പാടില്ല, അവരുടെ എന്ത് എഗ്രിമെൻ്റ് വെച്ചാലും അത് വോയിഡ് ആണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ രാജ്യങ്ങളായിട്ട് തല്ലുണ്ടെങ്കിൽ, യുദ്ധം ഉണ്ടെങ്കിൽ ആ രാജ്യങ്ങളായിട്ടുള്ള ഏത് എഗ്രിമെൻ്റ് എന്താണ്, വോയിഡായി പോകില്ലേ, അങ്ങനത്തെ കേസൊക്കെ. അപ്പോൾ ഏതൊക്കെയാണ്, ഏലിയൻ എനിമീസ്, ഇൻസോൾവെൻറ്റ്, പിന്നെ ഫോറിൻ സോവറിൻസ് ഓർ അംബാസിഡേഴ്സ്, കോർപ്പറേഷൻ, കൺവിക്സ്, ജയിൽ പുള്ളികൾ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് കോൺട്രാക്റ്റ് ഏർപ്പെടാൻ പാടില്ല. അത് ഏർപ്പെട്ട് കഴിഞ്ഞാലും അതിന് വാലിഡിറ്റി ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു യൂണിറ്റിലുള്ളത്. അപ്പോൾ കപ്പാസിറ്റി ഓഫ് പാർട്ടീസിൽ മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഇതൊക്കെയാണ് മൈനർ, പിന്നെ അൺസൗണ്ട് മൈൻഡ്, അതേപോലെ തന്നെ ലോ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന പേഴ്സണാണ്. അപ്പോൾ ഈ 3 കാറ്റഗറി ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. അപ്പോൾ മെയിനായിട്ട് 50 മാർക്ക് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ മൈനറിൻ്റെ കേസ് മാത്രമായിട്ട് 5 മാർക്കും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്, നോ എസ്റ്റോപ്പിൽ എഗെയിൻസ്റ്റ് മൈനർ കമൻറ്റ്. നോ എസ്റ്റോപ്പിൽ എഗെയിൻസ്റ്റ് മൈനർ കമൻറ്റ്. അപ്പോൾ വന്നത് എവിടെ നിന്നാണ്, റൂൾസ് റിഗാർഡിംഗ് മൈനർ എഗ്രിമെൻറ്റ്, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റ് ആണ് ഇനി യൂണിറ്റ് 5 ഫ്രീ കൺസെൻറ്റ്. അപ്പോൾ എന്താണ് ഫ്രീ കൺസെൻറ്റിൽ വരുന്നത് നോക്കാം. 2 or more person are said to be in consent when they agree upon the same thing in the same sense. 2 അതിൽ കൂടുതൽ ആൾക്കാരോ സെയിം കൺസെൻറ്റിലാണെന്ന് പറഞ്ഞപ്പോഴാണ് അവർ ഒരു കാര്യത്തെ ഒരേ സെൻസിൽ ഒന്നിച്ച് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ എഗ്രി ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കൺസെൻറ്റ് ഇസ് സെറ്റ് ടു ബി ഫ്രീ വെൻ ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ. നമ്മുടെ കൺസെൻറ്റ് ഫ്രീ ആണ് എന്ന് പറയുന്നത് എപ്പോഴേക്കാൻ നോക്കാം. മെയിനായിട്ട് 5 കാര്യങ്ങളുള്ളത്. ഒന്നാമത്തത്, അതെന്ത് ഫ്രീ ആയിരിക്കണം, കൊയീഷനിൽ നിന്ന് ഫ്രീ ആയിരിക്കണം, അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ നിന്ന് ഫ്രീ ആയിരിക്കണം, ഫ്രോഡ് ഉണ്ടാകാൻ പാടില്ല, മിസ് റെപ്രസെൻറ്റേഷൻ ഉണ്ടാകാൻ പാടില്ല, മിസ്റ്റേക്ക് ഉണ്ടാകാൻ പാടില്ല. ഈ 5 കാര്യങ്ങളിൽ നിന്ന് ഫ്രീ ആയാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, നമ്മുടെ കൺസെൻറ്റ് ഫ്രീ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കൺസെൻറ്റ് ഈസ് സെറ്റ് ടു ബി ഫ്രീ വെൻ ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ, ഒന്നും എഫക്റ്റ് ചെയ്യാൻ പാടില്ല. എന്തൊക്കെ വെച്ചാണ്, കൊയീഷൻ എഫക്റ്റ് ചെയ്യാൻ പാടില്ല, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ് റെപ്രസെൻറ്റേഷൻ ആൻഡ് മിസ്റ്റേക്ക്. ഓക്കെ, in case of coercion, undue influence, fraud and misrepresentation, consent exit if it is not free. It is called error in causa. അപ്പോൾ ഇതിനൊക്കെ എന്ത് വിളിക്കും, നമ്മൾ എറർ ഇൻ കോസ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് കൊയീഷൻ എന്നാണ്. എന്താണ് കൊയീഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ കമ്മിറ്റിംഗ് ഓർ ത്രെറ്റനിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ ഇന്ത്യൻ പീനൽ കോഡ്. അപ്പോൾ എന്താണ്, നമ്മുടെ IPC ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി ത്രറ്റൻ ചെയ്യുകയോ നിർബന്ധിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൊയീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ്, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് പേടിപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ അതാണ് കൊയീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്താണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അതെന്താ നോക്കാം. If the person who is having the dominant position use that position to obtain an unfair advantage over the weaker one by inducing him to enter into a contract, it can be termed as an undue influence. ഒരു വ്യക്തിക്ക് ഒരു ഡോമിനന്റ് പൊസിഷൻ, മറ്റൊരു വ്യക്തിയെക്കാളും കുറച്ച് ഉയർന്ന പൊസിഷൻ ഉണ്ട്, ആ പദവി ദുരുപയോഗം ചെയ്ത് അതിന് അൺഫെയർ അഡ്വാൻറ്റേജ് ഉപയോഗിച്ച്
അദ്ദേഹത്തെക്കാളും വീക്കർ ആയിട്ടുള്ള അല്ലെങ്കിൽ പവർ കുറഞ്ഞ ആളെ നിർബന്ധിച്ച് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. ആ കോൺട്രാക്റ്റ് നിർബന്ധിക്കുന്ന എന്ത് ബേസിസിലാണ്? അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർ, അതായത് ഡോമിനൻറ്റ് പൊസിഷൻ ഉണ്ട്, എന്ത് പവറാണോ ആ പവർ വെച്ചായിരിക്കും അദ്ദേഹം എന്ത് ചെയ്യുക, മറ്റ് വീക്കർ സെക്ഷനുള്ള ആളെ നിർബന്ധിച്ച് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുക. അങ്ങനെ ചെയ്യുന്നവരെ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫ്രീ കൺസെൻറ്റോടെ അല്ല, അവിടെ എന്തുണ്ട്, അൺഡു ഇൻഫ്ലുവൻസ് എന്ന കാര്യമുണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ഈ കൊയീഷനും അതേപോലെ അൺഡു ഇൻഫ്ലുവൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 5 പോയിന്റ്സ് ഉള്ളത്. ഒന്നാമത്തെ എന്താണ്, കൊയീഷനിൽ അവിടെ ഉള്ളത് ഫിസിക്കൽ ഫോഴ്സ്, നമ്മൾ ത്രട്ടൻ ചെയ്യാണ്, ചേർന്ന് ഫിസിക്കൽ ഫോഴ്സാണ് അവിടെ ഉള്ളത്. എന്നാൽ അൺഡു ഇൻഫ്ലുവൻസിൽ എന്താണ്, മോറൽ പ്രഷറാണ്. അവിടെ മോറൽ പ്രഷർ, അവിടെ ടോപ്പുള്ള ആൾ വീക്കായിട്ടുള്ള ആളെ കൊണ്ട് നിർബന്ധിച്ചിരിക്കുന്നത്, അവിടെ മോറൽ പ്രഷറാണ് മെയിനായിട്ട് വരുന്നത്. രണ്ടാമത്തത് അവിടെ എന്തുണ്ട്, അൺഡു ഇൻഫ്ലുവൻസിൽ അവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പ് ഉപയോഗിച്ചാണല്ലോ അവരവിടെ നിർബന്ധിക്കുന്നത്. എന്നാൽ നമ്മുടെ കൊയീഷൻ്റെ കേസിൽ അവിടെ ഒരു റിലേഷൻഷിപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു സ്ട്രേഞ്ചറിനാണെങ്കിലും ഉപദ്രവിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു കോൺട്രാക്റ്റിൽ ഒരാളെ ഏർപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അടുത്തത് കൊയീഷൻ എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ലൈബിലിറ്റി ആണ്. പക്ഷേ എന്താണ്, അൺഡു ഇൻഫ്ലുവൻസിൽ ഒരു ക്രിമിനൽ ലൈബിലിറ്റി ഒന്നും കാണപ്പെടുന്നില്ല. അടുത്ത നാലാമത്തത് എന്താണ്, ഒരു പെർസെപ്ഷൻ ഉണ്ട്. അപ്പോൾ അൺഡു ഇൻഫ്ലുവൻസ് ആണെങ്കിൽ ഒരു പെർസെപ്ഷൻ ഉണ്ട്, എന്നാൽ എന്താണ്, കൊയീഷനിലാണെങ്കിൽ ഒരു പെർസെപ്ഷൻ ഒന്നും ഇല്ലാതാനും. ഇനി അടുത്തത് നോക്കാം, when the consent of the promiser is obtained by coercion the contract is voidable. അപ്പം എന്താണ്, നമ്മളിവിടെ കൊയീഷൻ വച്ചാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ വോയിഡബിൾ ആണ്. എന്നാൽ നമ്മുടെ അൺഡു ഇൻഫ്ലുവൻസിലാണെങ്കിൽ അത് വോയിഡബിൾ ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും. ഒരു മോഡിഫൈഡ് രീതിയിലേക്ക് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് 5ാമത്തെ പോയിന്റ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്താണ് ഫ്രോഡ്. എന്താണ് ഫ്രോഡ് നോക്കാം. ഫ്രോഡ് ഈസ് ദ വിൽഫുൾ റെപ്രസെൻറ്റേഷൻ മെയ്ഡ് ബൈ എ പാർട്ടി to a contract with the intent to deceive the other party or to induce such party to enter a contract. മനഃപൂർവ്വം തെറ്റു പറഞ്ഞ് അല്ലെങ്കിൽ കള്ളത്തരം പറഞ്ഞ് ഒരു പാർട്ടീനെ പറ്റിക്കാനോ അല്ലെങ്കിൽ ആ പാർട്ടീനെ ഈ കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവരാനോ വേണ്ടി ചെയ്യുന്ന ഒരു വിൽഫുൾ റെപ്രസെൻറ്റ്, മനഃപൂർവ്വം തെറ്റ് വരുത്തുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഫ്രോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ ഫ്രോഡിന് വേണ്ട എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഒരു തെറ്റായ റെപ്രസെൻറ്റേഷൻ, തെറ്റായ ഒരു കാര്യം പറഞ്ഞ് പറ്റിക്കണം അല്ലെങ്കിൽ അത് പറഞ്ഞ് ധരിപ്പിക്കണം. രണ്ടാമത് എന്താണ്, അവിടെ കമ്മിറ്റ് ചെയ്യേണ്ടതൊന്നില്ലെങ്കിൽ ആ കോൺട്രാക്റ്റിലുള്ള ഏതൊരു പാർട്ടി ആയിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏജൻ്റ് ആയിരിക്കണം ആ ഒരു ഫ്രോഡ് നടത്തേണ്ടത്. മൂന്നാമത്തത് എന്തിനു വേണ്ടിയാണ് ഈ ഒരു തെറ്റായ കാര്യം പറഞ്ഞ് ഫലിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? മറ്റൊരു പാർട്ടീനെ ഈ ഒരു കോൺട്രാക്റ്റിൽ കൊണ്ടുവരാൻ വേണ്ടി, പറ്റിച്ച് ഈ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വന്നാലാണ് ഫ്രോഡ് എന്ന സാധനം കംപ്ലീറ്റ് ആവുകയുള്ളൂ. അടുത്താണ് മിസ് റെപ്രസെൻറ്റേഷൻ. Representation means a statement of fact made by one party to the other before or at the time when the contract is made. എന്താണ് റെപ്രസെൻറ്റേഷൻ? റെപ്രസെൻറ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിലെന്തൊക്കെയുണ്ട്, നമ്മൾ ചെയ്യാൻ പോണ കോൺട്രാക്റ്റിനെ പറ്റിയുള്ള എല്ലാ ഫാക്ട്സും ആയിരിക്കും അതിലുണ്ടാവുക. അത് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിനോട് ഒന്നില്ലെങ്കിൽ കോൺട്രാക്റ്റിന് ഏർപ്പെടുന്ന മുമ്പ് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഡിസ്ക്ലോസ് ചെയ്യുന്ന ഫാക്ട്സ് ആണ്. This statement must be with regard to some existing facts or some past event which materially induce the formation of the agreement. നേരത്തെ നിലനിൽക്കുന്ന എന്തെങ്കിലും കാര്യത്തെ പറ്റി ആയിരിക്കുമല്ലോ ആ ഫാക്റ്റ് ഉണ്ടാവുക, അതിൻ്റെ മേലിലായിരിക്കുമല്ലോ ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിന് ഫോം ചെയ്യാൻ പോവാം. അപ്പോൾ അത് എന്താണ്, അത് നേരത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാസ്റ്റ് ഈവൻറ്റിനെ പറ്റിയുള്ള കാര്യമായിരിക്കണം. If this representation made is wrong, though innocent, it will be termed as innocent misrepresentation or simply misrepresentation. ആ റെപ്രസെൻറ്റേഷൻ പറഞ്ഞിരിക്കുന്നത് തെറ്റ് വന്നിട്ടുണ്ട്, പക്ഷെ അത് മനഃപൂർവ്വമല്ല, അറിയാണ്ട് വന്ന തെറ്റാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇന്നസെൻറ്റ് മിസ്റെപ്രസെൻറ്റേഷൻ ഓർ സിംപ്ലി എന്താ പറയും, മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. മനഃപൂർവ്വം തെറ്റ് പറയുകയാണെങ്കിൽ അതിപ്പോൾ എന്തേ മാറുന്നത്, ഫ്രോഡായി മാറുക ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്ഥല വിൽപ്പനയുടെ കേസിൽ വന്നേക്കാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നത് ഇവിടെ 25 സെൻറ്റ് ഭൂമിയാണ് വിൽക്കാൻ പോകുന്നതെന്നാണ്. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ എന്തടിസ്ഥാനത്തിലേക്ക് 25 സെൻറ്റ് പറയണത്, അയാൾക്ക് അറിയാവുന്നതാണ് ഇവിടെ 25 സെൻറ്റ് ഉള്ളതാണ്, പണ്ടേ കേട്ടിട്ടുള്ള 25 സെൻറ്റ് ആണെന്നൊക്കെ അറിയാവുന്നതാണ്, ആളൊന്നും നോക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ ഭൂമി കൈമാറുന്ന സമയത്ത് മറ്റേ പാർട്ടി ആളൊന്നും നോക്കിയപ്പോൾ ഇത് 24 അല്ലെങ്കിൽ 23 സെൻറ്റേ ഉള്ളൂ. അയാൾ മനഃപൂർവ്വം അങ്ങനെ 25 സെൻറ്റ് എന്ന് പറഞ്ഞല്ല, അദ്ദേഹം കരുതിയത് ഇത് 25 ഉണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ അതെന്താണ്, അതൊരു ഇന്നസെൻ്റ് ആയിട്ടുള്ള മിസ്റെപ്രസെൻറ്റേഷനാണ്. പറഞ്ഞിരിക്കുന്ന ഫാക്ട് തെറ്റാണെങ്കിൽ പോലും അത് മനഃപൂർവ്വം അല്ലാത്തതുകൊണ്ട് തന്നെ അത് ഇന്നസെൻ്റ് ആയിട്ടുള്ള മിസ്റെപ്രസെൻറ്റേഷനാണ്. എന്നാൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു 23 സെൻറ്റ് ഉള്ളൂ,
അദ്ദേഹം മനഃപൂർവ്വം തന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ അപ്പോൾ എന്തായി മാറുന്നത്? അത് ഫ്രോഡായി മാറും. ആ ഡിഫറൻസ് മനസ്സിലായില്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറയുന്ന ഫ്രോഡും മിസ്റെപ്രസെന്റേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെയാണ്, ഈ മിസ്റെപ്രസെന്റേഷൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്താണ്? ഒരിക്കലും ആ പാർട്ടിയെ പറ്റിക്കുക എന്നതല്ല അവരുടെ ഉദ്ദേശം. എന്നാൽ ഫ്രോഡിലോ മറ്റൊരു പാർട്ടിയെ പറ്റിക്കുക എന്ന് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. രണ്ടാമത്തത്, അദ്ദേഹം മനഃപൂർവ്വം അല്ലെങ്കിൽ എന്താണ് കള്ളം പറഞ്ഞത് അല്ലെങ്കിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് മനഃപൂർവ്വമല്ല. അദ്ദേഹം ആ സ്റ്റേറ്റ്മെൻറ്റ് സത്യമാണെന്ന് കരുതി തന്നെയാണ് അത് വെളിപ്പെടുത്തിയത്. എന്നാൽ ഫ്രോഡിൻ്റെ കേസിൽ അദ്ദേഹത്തിന് അറിയാം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്, തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണത് അദ്ദേഹം പറയുന്നത്. അടുത്ത മൂന്നാമത്തത് എന്താണ്? മിസ്റെപ്രസെൻറ്റേഷൻ്റെ കേസിലാണെങ്കിൽ പണി കിട്ടിയ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും തന്നെ ഡാമേജിന് ചോദിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം മനഃപൂർവ്വം അല്ലല്ലോ അങ്ങനെയൊന്നും പറഞ്ഞത്. അതുകൊണ്ട് ഡാമേജിന് വേണ്ടി വേറെ കാശും കൂടുതൽ ചോദിക്കാൻ പറ്റില്ല. പക്ഷേ ഫ്രോഡിൻ്റെ കേസിലാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഡാമേജ് ക്ലെയിം ചെയ്യാവുന്നതാണ്. അടുത്ത, ഫ്രോഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഒരു ക്രിമിനൽ കേസാണ്. എന്നാൽ മിസ്റെപ്രസെൻറ്റേഷൻ ഒരിക്കലും ഒരു ക്രിമിനൽ ലയബിലിറ്റി ഉള്ള ഒരു കാര്യമല്ല. അടുത്ത, മിസ്റെപ്രസെൻറ്റേഷനിലാണെങ്കിൽ പണി കിട്ടിയ പാർട്ടിക്ക് ആ ഒരു കോൺട്രാക്റ്റ് അവോയ്ഡ് ചെയ്യാനുള്ള റൈറ്റ് ഒന്നുമില്ല. കാരണം അത് മനഃപൂർവ്വം അല്ലല്ലോ. ആ ട്രൂത്ത് കണ്ടുപിടിച്ചെങ്കിൽ പോലും അതൊരിക്കലും അത് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു കാര്യമില്ല. പക്ഷേ ഫ്രോഡിൻ്റെ കേസിലാണെങ്കിൽ ഉറപ്പായിട്ടും അഗ്രീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന പാർട്ടിക്ക് എന്ത് ചെയ്യാം? ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാവുന്നതാണ്. കാരണം അദ്ദേഹം അവിടെ പറ്റിക്കപ്പെട്ടിരിക്കുകയാണല്ലോ, അത് പിന്മാറാവുന്നതാണ്. ഇത്രയാണ് ഫ്രോഡും മിസ്റെപ്രസെൻറ്റേഷൻ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. മിസ്റ്റേക്ക് നമുക്ക് രണ്ട് കാറ്റഗറി ഡിവൈഡ് ചെയ്യാം. മിസ്റ്റേക്ക് ഓഫ് ലോ ഉണ്ട്, മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ഉണ്ട്. മിസ്റ്റേക്ക് ഓഫ് ലോയിൽ നമുക്ക് എഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മിസ്റ്റേക്ക് ആസ് ടു ഇന്ത്യൻ ലോ ആൻഡ് മിസ്റ്റേക്ക് ആസ് ടു ഫോറിൻ ലോ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ലോ ആ പ്രൊവിഷൻസ് ഒക്കെ അറിയാണ്ട് മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ അതാണ് മിസ്റ്റേക്ക് ആസ് ടു ഇന്ത്യൻ ലോ എന്ന് പറഞ്ഞിട്ടുള്ളത്. If the parties were under a mistake about a provision of the Indian law, ഇന്ത്യൻ ലോയിൽ പ്രൊവിഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്കാണ് പാർട്ടീസ് വരുത്തുന്നതെങ്കിൽ അതാണ് മിസ്റ്റേക്ക് ആസ് ഇന്ത്യൻ ലോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോ എക്സ്ക്യൂസ്. അപ്പോൾ എന്താണ്? നമ്മൾ ലോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുകയോ അത് നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു എക്സ്ക്യൂസ് നമുക്ക് പിന്നെ പറയാൻ പറ്റില്ല. നിയമപ്രകാരം തന്നെയായിരിക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. മിസ്റ്റേക്ക് ആസ് ടു ഫോറിൻ ലോസ് എന്താണ്? ഈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്സിനെയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ മെയിനായിട്ട് ബൈലാറ്ററൽ ഉണ്ട്, അതേപോലെ തന്നെ യൂണിലാറ്ററൽ ഉണ്ട്. ബൈലാറ്ററൽ വെച്ച് എന്താണ്? ബൈലാറ്ററൽ മിസ്റ്റേക്ക് വെച്ച് രണ്ട് പാർട്ടീസും അവിടെ എന്തുണ്ട്? ആ കോൺട്രാക്റ്റിലെ എസെൻഷ്യൽ പാർട്ടി തന്നെ മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്. ബൈലാറ്ററൽ വെച്ച് എന്താണ്? രണ്ട് പാർട്ടീസും ആ ഒരു കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ പാർട്ടിയിൽ തന്നെ ഒരുപോലെ മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ അതാണ് ബൈലാറ്ററൽ മിസ്റ്റേക്ക്. മ്യൂച്വൽ മിസ്റ്റേക്ക് അല്ലെങ്കിൽ രണ്ടുപേരും ഒരുപോലെ കോമൺ മിസ്റ്റേക്ക് വരുത്താണ്. അതും ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗത്ത്. അത് പല ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് മിസ്റ്റേക്ക് ആസ് ടു സബ്ജക്റ്റ് മാറ്ററാണ്. എന്താണ്? സബ്ജക്റ്റ് മാറ്ററിൽ മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ മിസ്റ്റേക്ക് ആസ് ടു എക്സിസ്റ്റൻസ് ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ. ഇഫ് വിത്തൗട്ട് ദ നോളേജ് ഓഫ് ദ പാർട്ടി സബ്ജക്റ്റ് മാറ്റർ ഹാസ് സീസ് ടു എക്സിസ്റ്റ് ദ കോൺട്രാക്ട് ബിക്കംസ് വോയിഡ്. അപ്പം എന്താണ്? ആ ഒരു സബ്ജക്റ്റ് മാറ്ററിൻ്റെ എക്സിസ്റ്റൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ, മറ്റു കാര്യം അറിവില്ല എന്നാണെങ്കിൽ ആ കോൺട്രാക്ട് എന്ത് ചെയ്യാം? നമുക്ക് അവിടെ തന്നെ വോയിഡായി പോവുകയാണ്. പിന്നെ മിസ്റ്റേക്ക് ആസ് ടു ദ ഐഡൻറ്റിറ്റി ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ. സബ്ജക്റ്റ് മാറ്ററിൻ്റെ ഐഡൻറ്റിറ്റിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുക. അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് രണ്ട് പാർട്ടീസും ഒരുപോലെ മിസ്റ്റേക്ക് വരുത്തിയേക്കാണ് കേട്ടോ. എന്തിലൊക്കെയാണ്? സബ്ജക്റ്റ് മാറ്ററിൻ്റെ എക്സിസ്റ്റൻസിൽ, സബ്ജക്റ്റ് മാറ്ററിൻ്റെ ഐഡൻറ്റിറ്റിയിൽ, സബ്ജക്റ്റ് മാറ്ററിൻ്റെ അർത്ഥം എന്താണ്? സബ്ജക്റ്റ് മാറ്ററിൻ്റെ ടൈറ്റിലും എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുകയാണ് രണ്ട് പാർട്ടീസും, അപ്പോൾ അത് വോയിഡായി പോകുന്നതാണ്. പിന്നെ നോക്കാം, പിന്നെന്താണ്? മിസ്റ്റേക്ക് ആസ് ദ ക്വാളിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ. സബ്ജക്റ്റ് മാറ്ററിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുക, അതേപോലെ സബ്ജക്റ്റ് മാറ്ററിൻ്റെ ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുക. പിന്നെ വരുന്നതാണ് അടുത്താണ് മിസ്റ്റേക്ക് ആസ് ടു പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്ന പോസിബിലിറ്റീസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ എന്തൊക്കെ ഇമ്പോസിബിലിറ്റീസ് ഉണ്ടാവും? ഫിസിക്കൽ ഇമ്പോസിബിലിറ്റീസ് ഉണ്ടാവും, അതേപോലെ തന്നെ ലീഗലായിട്ടുള്ള ഇമ്പോസിബിലിറ്റീസും ഉണ്ടാകും. ഇനി എന്നാൽ യൂണിലാറ്ററൽ മിസ്റ്റേക്ക്, ഈ പറയുന്ന മിസ്റ്റേക്സ് ഒക്കെ ഏതൊരു ഒരു പാർട്ടി മാത്രം കൊണ്ടുവരുന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ, ഒരു പാർട്ടിക്ക് മാത്രം പറ്റുന്ന മിസ്റ്റേക്ക് ആണെന്നതാണ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബൈലാറ്ററൽ മിസ്റ്റേക്കിൽ എന്തൊക്കെ പറഞ്ഞു? അപ്പോൾ അത് മിസ്റ്റേക്കുകൾ എന്തൊക്കെ പറഞ്ഞു? മിസ്റ്റേക്ക് എന്നതിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മിസ്റ്റേക്ക് ഓഫ് ലോ ഉണ്ട്, ഫാക്റ്റും ഉണ്ട്. ലോ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇന്ത്യൻ ലോയിലുള്ള കാര്യങ്ങൾ, ആ ലോ പ്രൊവിഷനിൽ എന്തെങ്കിലും തെറ്റുവരുത്തുകയാണെങ്കിൽ അതാണ് മിസ്റ്റേക്ക് ഓഫ് ലോ എന്ന് പറഞ്ഞിട്ടുള്ളത്.
അതിൽ ഒരു എക്സ്ക്യൂസ് നമുക്ക് കിട്ടുന്നതല്ല മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ. അടുത്ത മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. ഈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ബൈലാറ്ററൽ മിസ്റ്റേക്ക് ഉണ്ട്, യൂണിലാറ്ററൽ ഉണ്ട്. ബൈലാറ്ററൽ വെച്ച് എന്താണ്, രണ്ട് പാർട്ടീസും ഒരുപോലെ തന്നെ സബ്ജക്ട് മാറ്റർ അല്ലെങ്കിൽ നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ പാർട്ടിൽ മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ അതാണ് ബൈലാറ്ററൽ. യൂണിലാറ്ററൽ എന്താണ്, ഏതെങ്കിലും ഒരു പാർട്ടി ആയിരിക്കും ഇങ്ങനെ എസെൻഷ്യൽ പാർട്ടിൽ മിസ്റ്റേക്ക് വരുത്തുക. എന്തൊക്കെ ടൈപ്പ് മിസ്റ്റേക്സ് ഉണ്ടാവും? സബ്ജക്ട് മാറ്ററിൽ മിസ്റ്റേക്സ് വരാം. ലൈക്ക് എങ്ങനെയൊക്കെ പറയാം, അതിൻ്റെ എക്സിസ്റ്റൻസ്, സബ്ജക്ട് മാറ്റർ എക്സിസ്റ്റൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്താം. അതിൻ്റെ ഐഡൻറ്റിറ്റി, സബ്ജക്ട് മാറ്ററിൻ്റെ ഐഡൻറ്റിറ്റിയിൽ മിസ്റ്റേക്ക് വരുത്താം. സബ്ജക്ട് മാറ്ററിൻ്റെ ടൈറ്റിൽ മിസ്റ്റേക്ക് വരുത്താം. അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പിന്നെന്താണ് കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസിൻ്റെ പോസിബിലിറ്റി, അതിൽ മിസ്റ്റേക്ക് വരുത്താം. അതെങ്ങനെയൊക്കെയാണ്? ഫിസിക്കൽ ഇമ്പോസിബിലിറ്റീസ് ഉണ്ടാവും, അതേപോലെ ലീഗൽ ഇമ്പോസിബിലിറ്റീസ് ഉണ്ടാവും. ഒക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ മിസ്റ്റേക്സ് എന്ന ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മുടെ ഈ ഫസ്റ്റ് മോഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നെക്സ്റ്റ് ഒരു യൂണിറ്റാണ് 10th യൂണിറ്റ് ആണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്. അതിനിടയിലുള്ള യൂണിറ്റ്സിലൊന്നും മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറില്ല. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത യൂണിറ്റിന് പോലും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ പോലും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്സ് മാത്രം ഈ ഫസ്റ്റ് മോഡ്യൂളിൽ നോക്കിയാൽ മതി. ഓക്കെ, ഈ 10th യൂണിറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്. അപ്പോൾ എന്താണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാം. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് മീൻസ് ദ ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. പാർട്ടീസ് തമ്മിലുള്ള ആ ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പിൻ്റെ ടെർമിനേഷൻ ഇല്ലാണ്ടാക്കുന്ന ആ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആക്കാൻ പോകുന്നത് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. മെയിനായിട്ട് 6 വരികളുണ്ട്. ഒന്നാമത്തത് ബൈ പെർഫോമൻസ്, രണ്ടാമത്തത് ബൈ എഗ്രിമെൻറ്റ്, മൂന്നാമത്തത് ബൈ ഇമ്പോസിബിലിറ്റീസ്, നാലാമത്തത് ലാപ്സ് ഓഫ് ടൈം, അഞ്ചാമത്തത് ഓപ്പറേഷൻ ഓഫ് ലോ ആൻഡ് 6th ആണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഈ 6 രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 6 മോഡ്സിലൂടെ നമുക്ക് നമ്മുടെ കോൺട്രാക്ട് നമുക്ക് ഇല്ലാണ്ടാക്കാൻ, ടെർമിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ആകാനോ സാധിക്കും. ഇതിൽ ഓരോന്നിൻ്റെ കീഴിലും എന്തുണ്ട്? ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. essay ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, പഠിച്ചേക്കാം. ഫസ്റ്റ് വൺ ആണ് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് എന്ന് നോക്കാം. When the parties to a contract fulfill their respective obligation, the contract get discharged by performance. കോൺട്രാക്റ്റിലുള്ള പാർട്ടീസ് അവരുടെ ഒബ്ലിഗേഷൻസ് കൃത്യമായിട്ട് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്താണ്? അവരുടെ പെർഫോമൻസ് കഴിഞ്ഞു. ഇനി അവർക്ക് ആ കോൺട്രാക്റ്റ് എന്ത് ചെയ്യാം? പെർഫോമൻസ് വഴി അത് ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റും രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ എന്തുണ്ട്? ആക്ച്വൽ പെർഫോമൻസ് ഉണ്ട്. രണ്ടാമത്തത് അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഉണ്ട്. എന്താണ് ആക്ച്വൽ പെർഫോമൻസ്? When both the parties perform their obligation exactly as per the terms of the contract is discharged by actual performance. രണ്ട് പാർട്ടീസും ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരുന്ന രീതിയിൽ തന്നെ ആ ഒരു ഒബ്ലിഗേഷൻസ് ഫുള്ളും പെർഫോം ചെയ്തിട്ടാണ് കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുന്നതെങ്കിൽ അതാണ് ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ? അറ്റംപ്റ്റഡ് പെർഫോമൻസ് when the promiser offer to perform the contractual obligation and the promisee is not willing to accept performance of the contract is deemed to be discharged by attempted performance. പ്രോമിസർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെയല്ല പ്രോമിസി അവിടെ എല്ലാം പെർഫോം ചെയ്തിട്ടുള്ളത്. അവിടെ ഫുള്ളായിട്ടുള്ള കോൺട്രാക്റ്റ് ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്തേക്കുന്നതും കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല, എന്നാൽ അത് തീർത്തു വച്ചു എന്ന് മാത്രം പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളതിന് വിളിക്കുന്ന പേരാണ് അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഓർ ടെൻഡർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, ഡിസ്ചാർജ് ബൈ പെർഫോമൻസ്. ഇനി അടുത്ത് വരുന്നതാണ് ഡിസ്ചാർജ് ബൈ എഗ്രിമെൻറ്റ്. ഡിസ്ചാർജ് ബൈ എഗ്രിമെൻറ്റിൽ കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് എന്ന് നോക്കാം. എ കോൺട്രാക്ട് ഈസ് ക്രിയേറ്റഡ് ബൈ എഗ്രിമെൻറ്റ്. നമുക്കറിയാം എന്താണ് ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തത് എഗ്രിമെൻറ്റ് വെച്ചാണ്. അപ്പോൾ അത് ടെർമിനേറ്റ് ചെയ്യണത് എന്ത് വെച്ചായിരിക്കണം? ഒരു എഗ്രിമെൻറ്റ് വെച്ചാണെങ്കിൽ അതെങ്ങനെയൊക്കെ ആയിരിക്കും നോക്കാം. ഒന്നാമത്തെയാണ് നൊവേഷൻ, രണ്ടാമത്തെ റിസഷൻ, മൂന്നാമത്തെ ഓൾട്ടറേഷൻ, നാലാമത്തെ റെമിഷൻ, അഞ്ചാമത്തെ വേവർ, ആറാമത്തെ മെർജർ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഡിസ്ചാർജ് ബൈ എഗ്രിമെൻറ്റിൽ വരുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്ക് ചോദിക്കാറുണ്ട്, 50 മാർക്കിലും വരാറുണ്ട്, അല്ലെങ്കിൽ 3 മാർക്കായിട്ട് ഏതിലൊരു ടോപ്പിക്ക് മാത്രം ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് നൊവേഷൻ നോക്കാം. എന്താ നൊവേഷൻ? നൊവേഷൻ മീൻസ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് എ ന്യൂ കോൺട്രാക്ട് ഇൻ ദ പ്ലേസ് ഓഫ് എൻ ഓൾഡ് കോൺട്രാക്ട്. അപ്പോൾ എന്താണ്? പഴയ കോൺട്രാക്റ്റിൻ്റെ അവിടെ പുതിയ കോൺട്രാക്റ്റ് കൊണ്ടുവന്നു. പഴയ കോൺട്രാക്റ്റ് ഇല്ലാണ്ടാക്കി ഒരു പുതിയ കോൺട്രാക്റ്റിനെ എഫക്റ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നൊവേഷൻ. അപ്പോൾ എന്താ നൊവേഷൻ? സബ്സ്റ്റിറ്റ്യൂട്ടിങ് എ ന്യൂ കോൺട്രാക്ട് ഇൻ ദ പ്ലേസ് ഓഫ് എൻ ഓൾഡ് കോൺട്രാക്ട് ഈസ് കോൾഡ് നൊവേഷൻ. അടുത്ത എന്താണ് റിസഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്? പാർട്ടീസ് ടു എ കോൺട്രാക്ട് മേ ഡിസൈഡ് ടു ക്യാൻസൽ എ കോൺട്രാക്ട് ഓൺ ദ ബേസിസ് ഓഫ് മ്യൂച്വൽ കൺസേൺ ആൻഡ് കൺസിഡറേഷൻ. രണ്ട് പാർട്ടീസിൻ്റെയും മ്യൂച്വൽ കൺസെൻറ്റ്, താല്പര്യത്തോടെയും കൺസിഡറേഷനിലൂടെ തന്നെ
ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതാണ് റിസഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത മൂന്നാമത്തേന് ഓൾട്ടറേഷൻ. എന്താണത്? ഓൾട്ടറേഷൻ ഓഫ് എ കോൺട്രാക്ട് ടേക്ക് പ്ലേസ് വെൻ വൺ ഓർ മോർ ഓഫ് ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട് ഈസ് ഓർ ആർ ഓൾട്ടേർഡ് ബൈ മ്യൂച്വൽ കൺസേൺ ഓഫ് ദ പാർട്ടീസ് ഓഫ് ദ കോൺട്രാക്ട്. ഇവിടെ കോൺട്രാക്ട് ഒന്നും ഇല്ലാണ്ടാക്കുന്നില്ല, ആകെ എന്ത് ചെയ്യുന്നുള്ളൂ, കോൺട്രാക്റ്റിലെ ചില ടേംസുകൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ അവരെന്ത് ചെയ്യണം, ഓൾട്ടർ ചെയ്യാണ്, മാറ്റങ്ങൾ വരുത്തുകയാണ്. നാലാമത്തേന് റെമിഷൻ. ഇറ്റ് മീൻസ് ആക്സെപ്റ്റൻസ് ഓഫ് എ ലെസർ പെർഫോമൻസ് ദാൻ വാട്ട് വാസ് ഡ്യൂ അണ്ടർ ദ ഒറിജിനൽ കോൺട്രാക്ട്. റെമിഷൻ എന്താണ്? ഒറിജിനൽ കോൺട്രാക്റ്റിൽ പറഞ്ഞേക്കാളും കുറച്ച് മാത്രം പെർഫോം ചെയ്തിട്ടുള്ളൂ എന്നാണെങ്കിൽ രണ്ടുപേരുടെയും താല്പര്യത്തോടെ തന്നെ കുറച്ച് മാത്രം അതിൽ പെർഫോം ചെയ്താൽ മതി തീരുമാനിച്ച് കുറച്ച് മാത്രം പെർഫോം ചെയ്തിട്ടുള്ളെങ്കിൽ അതാണ് റെമിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് വെയ്വർ. ഇറ്റ് ഇസ് എ ഡെലിബറേറ്റ് അമെൻഡ്മെന്റ് ഓഫ് ദ റൈറ്റ്സ് വിച്ച് പാർട്ടീസ് ഓഫ് ദ കോൺട്രാക്ട് മ്യൂച്വലി ഹാവ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പാർട്ടീസിനും ഉള്ള റൈറ്റ്സുകൾ അമെൻഡ് ചെയ്തെന്താണ് വേണ്ട എന്ന് ഡെലിബറേറ്റ്ലി പറഞ്ഞുകൊണ്ട് ഇല്ലാണ്ടാക്കുന്ന ആ ഒരു ടൈപ്പാണ് വെയ്വർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് വൺ ആണ് മെർജർ. Merger takes place when an inferior right acquiring to a party under a contract merged into a superior right acquiring contract. ഒരു കോൺട്രാക്റ്റിൽ കുറച്ച് റൈറ്റ് മാത്രമുള്ള ഒരു പാർട്ടിയാണ്, എന്നാൽ പുതിയൊരു കോൺട്രാക്ട് വന്നപ്പോൾ അതിലേക്ക് സുപ്പീരിയർ ആയിട്ടുള്ള പാർട്ടിയെ മാറുകയാണ്, അതിനെ മെർജർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു എഗ്രിമെൻറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ രീതിയുണ്ട്? നൊവേഷൻ ഉണ്ട്, റിസഷൻ ഉണ്ട്, ഓൾട്ടറേഷൻ, റെമിഷൻ, വേവർ ആൻഡ് മെർജർ. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോസിബിലിറ്റീസ് ഓഫ് പെർഫോമൻസ് ആണ്. ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റീസ് ഓഫ് പെർഫോമൻസ്. ഒന്നാമത്തെയാണ് ഇമ്പോസിബിലിറ്റീസ് നോൺ ടു ദ പാർട്ടീസ് അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ദ കോൺട്രാക്റ്റ്. ഈ കോൺട്രാക്റ്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് പാർട്ടീസിനും അറിയാമായിരുന്നു ഇത് ഇമ്പോസിബിൾ ആണ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഒരു പാർട്ടി ആ ഒരു കോൺട്രാക്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് പിന്നെന്താ, അത് ഒരിക്കലും നടക്കില്ല. അത് ലീഗലി അല്ലെങ്കിൽ ഫിസിക്കലി ഇമ്പോസിബിൾ ആണെങ്കിൽ കോൺട്രാക്ട് നിൽക്കില്ല, അപ്പോൾ ഡിസ്ചാർജ് ആയി പോകും. ഒന്നാമത്തെ ഇമ്പോസിബിലിറ്റി. രണ്ടാമത്തെ ഇമ്പോസിബിലിറ്റി അൺനോൺ ടു ദ പാർട്ടീസ് അറ്റ് ടൈം ഓഫ് മേക്കിംഗ് ദ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഇമ്പോസിബിലിറ്റി പറ്റി വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. ദേ ഡസൻറ്റ് നോ ദാറ്റ്. മൂന്നാമത്തത് ഇമ്പോസിബിലിറ്റീസ് നോൺ ടു ദ പ്രോമിസർ ഒൺലി. ഇമ്പോസിബിലിറ്റിയുടെ കാര്യം പ്രോമിസറിന് മാത്രമേ അറിയുള്ളൂ, പ്രോമിസിക്ക് അറിയില്ല. ആ കേസിലും ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആയി പോകും. നാലാമത്തത് ഇമ്പോസിബിലിറ്റി വിച്ച് അറൈസ് സബ്സിക്വൻ്റ്ലി ടു ദ ഫോർമേഷൻ ഓഫ് ദ കോൺട്രാക്റ്റ്. ആദ്യമൊന്നും ഈ ഇമ്പോസിബിലിറ്റി ഉണ്ടായില്ല, പക്ഷെ പിന്നീട് ഇമ്പോസിബിലിറ്റി അറൈസ് ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് നോക്കാത്. When a contract which was capable of performance at the beginning becomes subsequently due to the change of circumstances become impossible of performance, the contract become void. കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് പെർഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ സബ്സിക്വൻ്റ്ലി ചില പ്രശ്നങ്ങൾ കാരണം ചില സർക്കംസ്റ്റാൻസസ് കാരണം എന്തെറ്റി അതിൻ്റെ പെർഫോമൻസ് നടത്താനുള്ള പോസിബിലിറ്റി ഇല്ലാണ്ടാവുകയും ലേറ്റർ അതൊരു വോയിഡായി പോവുകയും ചെയ്തു. ഓക്കെ, only when the impossibility is caused by circumstances beyond the control of the parties the contract get discharged. പാർട്ടീസിൻ്റെ കൺട്രോൾ നിൽക്കാത്ത കാര്യം, ആ ഒരു സർക്കംസ്റ്റാൻസസ് പാർട്ടീസിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആയി പോവുകയുള്ളൂ. ആ ഒരു ഡോക്ട്രിനെ വിളിക്കുന്ന പേരാണ് ഡോക്ട്രിൻ ഓഫ് സൂപ്പർവെയിങ് ഇമ്പോസിബിലിറ്റി ഓർ പോസ്റ്റ് കോൺട്രാക്ച്വൽ ഇമ്പോസിബിലിറ്റി. അപ്പം എന്താണ് അതിന് വിളിക്കുന്ന പേരാണ് ഡോക്ട്രിൻ ഓഫ് സൂപ്പർവെയിങ് ഇമ്പോസിബിലിറ്റി അല്ലെങ്കിൽ പോസ്റ്റ് കോൺട്രാക്ച്വൽ ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞിപ്പോൾ നമ്മൾ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇമ്പോസിബിലിറ്റി നോൺ ടു ദ പാർട്ടി അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് രണ്ട് പാർട്ടീസിനും അറിയാവുന്ന ഇമ്പോസിബിലിറ്റീസ്, എന്നിട്ടും കോൺട്രാക്റ്റ് മുന്നോട്ട് കൊണ്ടുവന്നാൽ എന്ത് പറ്റും, അതടച്ച് ഡിസ്ചാർജ് ആയി പോകും. രണ്ടാമത്തത് രണ്ട് പാർട്ടീസിനും അതിൻ്റെ ഇമ്പോസിബിലിറ്റീസ് അറിയില്ലായിരുന്നു. മൂന്നാമത്തത് പ്രോമിസിന് മാത്രം അതിൻ്റെ ഇമ്പോസിബിലിറ്റീസ് അറിയാം. നാലാമത്തത് ഇമ്പോസിബിലിറ്റീസ് ആദ്യം ഒന്നും തന്നെ ഉണ്ടായില്ല, പക്ഷെ പിന്നീട് എന്താണ് ആ ഇമ്പോസിബിലിറ്റീസ് അറൈസ് ചെയ്യുകയും കോൺട്രാക്റ്റ് വോയിഡായി പോവുകയും പോകുന്നു. അതിന് വിളിക്കുന്ന പേരാണ് ഡോക്ട്രിൻ ഓഫ് സൂപ്പർവെയിങ് ഇമ്പോസിബിലിറ്റി. കാരണം എന്താണ്, അത് പാർട്ടീസിൻ്റെ കൺട്രോൾ അല്ല, ഇറ്റ് ഇസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദ പാർട്ടീസ് ഓഫ് ദ കോൺട്രാക്റ്റ്. ഓക്കെ, അടുത്ത് വരുന്നതാണ് ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം. എന്താണ്, നമ്മൾ കറക്റ്റ് ടൈം ഒരു കോൺട്രാക്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈമേക്ക് ഉണ്ടാവുള്ളത്, ആ ടൈം പീരീഡിൽ ആ ഒരു കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ ലാപ്സ് ഓഫ് ടൈം ഉണ്ടാവുകയും ടൈം ലിമിറ്റേഷൻസ് തീരുകയും പ്രോമിസിക്ക് അത് കൊടുക്കാൻ സാധിക്കാണ്ടിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പറ്റും, ആ ഒരു കോൺട്രാക്റ്റ് അവിടെ വെച്ച് ഡിസ്ചാർജ് ആവും. അതാണ് ലാപ്സ് ഓഫ് ടൈം.
പിന്നെ വരുന്നതാണ് ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ഓപ്പറേഷൻ ഓഫ് ലോയിൽ വരുന്ന 3 കാര്യങ്ങൾ ബൈ ഡെത്ത്. നമ്മുടെ ഡെത്ത്, ഈ കോൺട്രാക്റ്റിലുള്ള പ്രോമിസറോ മരിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് ആ കോൺട്രാക്റ്റ് ഇല്ലാണ്ടാവും. ബൈ ഇൻസോൾവൻസി, ഒരാൾ ഇൻസോൾവൻ്റ് ആണ് എന്ന് ഡിക്ലെയർ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും, അവിടെ വെച്ച് കോൺട്രാക്റ്റ് ഇല്ലാണ്ടാവും. ആൻഡ് അൺഓതറൈസ് ഓൾട്രേഷൻ, ഓതറൈസ് അല്ലാണ്ട് നിയമപരമല്ലാത്ത മാറ്റങ്ങൾ ആ കോൺട്രാക്റ്റിൽ വരുത്തി കഴിഞ്ഞാൽ അത് എന്താവും, ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആയി പോകും. പിന്നെ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, എന്താ അർത്ഥം, ബ്രീച്ചിങ് ഓർ ബ്രേക്കിംഗ് ഓഫ് എ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ്. നമ്മൾ ആ ഒരു ലീഗൽ എക്സ്ക്യൂസും ഒന്നുമില്ലാണ്ട് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ഒബ്ലിഗേഷൻസ് പാലിക്കാണ്ട് നമ്മൾ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും തെറ്റ് വരുത്തുകയാണെങ്കിൽ അത് വിളിക്കുന്ന പേരാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ബ്രീച്ച് കോൺട്രാക്റ്റിൽ എന്തെങ്കിലും മാറ്റം, അൺഓതറൈസ് മാറ്റം വരുത്തുകയാണെങ്കിൽ അത് അവിടെ എന്താവും, ഡിസ്ചാർജായി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കുറേ യൂണിറ്റ്സ് ഉണ്ട്, പക്ഷെ എല്ലാം ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിൽ നിന്നൊക്കെയാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് എപ്പോഴും ഫസ്റ്റ് യൂണിറ്റ്സ് എന്തൊക്കെയാണ്, ഫസ്റ്റും സെക്കൻഡ് യൂണിറ്റിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. ബാക്കിയെല്ലാം വരുന്നത് ബാക്കി റിമൈനിങ് മൊഡ്യൂളിൽ നിന്നാണ്. ബാക്കിയുള്ള മൊഡ്യൂളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് അതും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ഇത്രയും ക്ലിയർ ആയി പഠിച്ച് നമുക്കിത് കംപ്ലീറ്റ് ആവും. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ഹാഫ് പോർഷൻ തന്നെ ഈ ഫസ്റ്റ് മൊഡ്യൂൾ തന്നെയാണ്. അപ്പോൾ അത് ഏകദേശം നല്ല രീതിയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ ഇനി വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്, എക്സാമേറ്റ്, അതിൽ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാവുന്നത്. ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ആൻ ഓഫർ, വാട്ട് ആർ ദ എസെൻഷ്യൽ ഓഫ് എലമെൻറ്റ് ഓഫ് ഓഫർ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് 5 മാർക്കിൽ. എന്താണ് ഓഫർ, അതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ കൺസിഡറേഷൻ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ആക്സെപ്റ്റൻസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാം ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിൻ നോക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫീച്ചേഴ്സ്, ഒരു കാര്യം ഇപ്പോൾ കോൺട്രാക്റ്റിനെ വാലിഡ് ആക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇപ്പോൾ ഓഫറിനെ വാലിഡ് ആക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ആക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ആ ഒരു എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഇല്ലേ, നമ്മളത് കൃത്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വച്ചേക്കാം. ക്വസ്റ്റ്യൻ കണ്ടോ, ഡിഫൈൻ ദ ടേം ആക്സെപ്റ്റൻസ്, എക്സ്പ്ലെയിൻ ദ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് വാലിഡ് ആക്സെപ്റ്റൻസ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ നോക്കിയിരിക്കണം. നമ്മളിപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കോൺട്രാക്റ്റ് എന്താ ഡിഫൈൻ ചെയ്യാൻ വരാം, എഗ്രിമെൻറ്റ് എന്താണ് വരാം, വോയിഡ് എഗ്രിമെൻറ്റ്, പിന്നെ വോയിഡ് കോൺട്രാക്റ്റ്, വോയിഡബിൾ കോൺട്രാക്റ്റ്, എക്സിക്യൂട്ടറി, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്, പിന്നെന്താണ് ഓഫർ എന്താണെന്ന് വയ്ക്കാം, അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ, സ്റ്റാൻഡിങ് ഓഫർ, കൗണ്ടർ ഓഫർ, ക്രോസ് ഓഫർ, കൺസിഡറേഷൻ എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ മെയിനായിട്ട് ക്വാസി കോൺട്രാക്റ്റ് എന്താണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്, എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നോക്കണം. ഞാൻ വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മൾ എല്ലാ മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലേ, അതിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തുതരാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് എക്സാം ടൈമിന് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, ലൈക്ക് എന്തെങ്കിലും ഒരു പ്രൈവറ്റ് ട്യൂഷനോ അങ്ങനെ എന്തെങ്കിലും അറേഞ്ച് ചെയ്യണം, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ കമൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോം ചെയ്താൽ മതി. അപ്പോൾ അതിനുള്ള സൗകര്യം ഞാൻ റെഡിയാക്കി തരാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലൊന്ന് ചോദിച്ചാലും മതി, ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക്